അങ്ങനെ ഇപ്പൊ ഓർക്കുന്നുമില്ല ആ ഒരു സാധനം. നമ്മളെ ഈശോ നിരന്തര യാതൊരൂപതയൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്, നിരന്തരമായിട്ട്. അതുപോലെ നമ്മളെ ഇട്ടിരിക്കുന്നത് ഒരു സ്റ്റേജാകാൻ തന്നെ ഹീറോയിക് ഇത് വേണമെന്നാണ്. ഹീറോയിക്കായിട്ട് പ്രവർത്തിച്ചാൽ വിശുദ്ധനാകാൻ പോലും പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പം ഇന്നോളം കണ്ട ചരിത്രത്തിൽ നമ്മളെ ശരിക്കും വിളിച്ചിരിക്കുന്ന പിതാവിൻ്റെ പരിപൂർണത അതിലും മുകളിൽ ഒരു ഇത് വേണമെന്നാണല്ലോ അതിൻ്റെ സൂചനയെ. അപ്പം നമുക്ക് പറ്റും, പക്ഷെ നമ്മളത് പൂർണ്ണ വില കൊടുത്താൽ മതി. അതിങ്ങനെ നമുക്ക് പറ്റിയാലും ഇങ്ങനെ ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറ്റണമെന്നില്ല. പിന്നെ മറിച്ച് ചിലപ്പോൾ നമ്മളിപ്പം പാറപ്പുറത്ത് വീണ വിത്തിൻ്റെ അവസ്ഥയായിരിക്കും. അത് ടീച്ചിങ് ആയിട്ടല്ലേ ഈശോ തന്നിരിക്കുന്നത്. ആ അവസ്ഥയാണ് നമ്മൾ ഏതവസ്ഥയാണെന്ന് കണ്ടുപിടിച്ച് നല്ല നിലവാകാനുള്ള ഒരു വിളിയാണല്ലോ അത്. അല്ലാതെ നമ്മൾ എന്നേക്കും പാറപ്പുറത്ത് വീണ വിത്തായിട്ടോ ഇതിനകത്ത് മുൾച്ചെടികൾക്ക് വീണ വിത്തായിട്ടോ വലിയരിയിൽ വീണ വിത്തായിട്ടോ തങ്ങാൻ വേണ്ടിയല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നല്ല നിലവാക്കാനുള്ളൊരു വിളി ക്ഷണവും കൂടെയാണല്ലോ നേരെ. അപ്പം അത് ഇതിന് നമ്മളൊന്ന് എടുത്താൽ മതിയാണ്. എന്നിട്ട് പിന്നെ മുഴുവൻ ഊർജ്ജം അങ്ങോട്ടേ ഇപ്പം നമ്മുടെ ഇതെല്ലാം ഈ രോഗമൊക്കെ വന്നിങ്ങനെ കൊറോണയൊക്കെ വന്നേ രോഗം മുഴുവൻ വാസ്തവം പറഞ്ഞ ഒരു നല്ല വചനത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാവുന്ന രീതിയിൽ നല്ലൊരു അവസരം ദൈവം ഒരുക്കി തരുന്നുണ്ട് ഒരർത്ഥത്തിൽ. അപ്പം ശരിക്കും ഇങ്ങനെ വചനത്തിന് ഞാനിപ്പം മുമ്പേ അവരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്കിപ്പം കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഈ ഈശോയുടെ വചനത്തിലേക്ക് നമുക്ക് ഭയങ്കര ഇതായിട്ട് പ്രവേശിക്കാതെ സുവിശേഷം പ്രത്യേകിച്ച് ഇത് 2000 വർഷമാണ് സുവിശേഷത്തിൻ്റെ നമുക്ക് തന്നതിൻ്റെ 2000 മഹാജൂബിലിയുടെ വർഷങ്ങളിലൂടെ വരുന്നതേ. 2026 തൊട്ട് അതൊരു ഈ വചനത്തിൻ്റെ 2000 കൂടെ വരുക. 2000 വർഷത്തിൻ്റെ ഈ സുവിശേഷം തന്നതിൻ്റെ പുതിയ നിയമം മൊത്തമല്ല, സുവിശേഷങ്ങളുടെ 2000 വർഷവും. അന്നേരം വചനത്തിലേക്ക് നല്ലപോലെ ഇപ്പം നമ്മൾ ചുമ്മാ വായിച്ചു പോകുമ്പോൾ വചനത്തിനകത്ത് അങ്ങനെ ഒന്നും കാണിയല്ലേലും ഇല്ലേ. അതിന് ഒരു 4 സുവിശേഷം കൂടെ നല്ലപോലെ ഒന്നെടുത്ത് ആദ്യം ഒന്ന് വായിക്കുക, പിന്നെ അതിനകത്തൊന്നും എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി. ഈ രാസപ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ വചനത്തിൽ ഇങ്ങനെ ഓരോന്നും നമ്മൾ കണ്ടെത്താൻ തുടങ്ങണം. ഈശോയുടെ ഞാനതിൻ്റെ വർക്ക് കഴിയുമ്പോൾ കാണിച്ചാൽ ധൈര്യമാണെന്നറിയാം എത്ര മേഖലകൾ ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും അത് ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതേ. അത് നമ്മൾ എഴുതി നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പം തന്നെ അത് നമ്മളിപ്പോൾ 100 കണക്കിന് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 or 2 പോലും നമുക്ക് പറയാൻ കാണിയല്ലേലും 100 കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ വചനത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട് കിടക്കുക, അല്ലെങ്കിൽ നമ്മളെ ഓരോന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് കിടക്കുക. അപ്പം അത് നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഇപ്പം സംസാരത്തിലൊക്കെ ആയിട്ട് വരുന്ന വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷയാലുമുള്ള 4 പാവങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ ഒരു നമുക്ക് ബോധ്യപ്പെട്ട ഒരു ലിസ്റ്റേ പറയുന്നുള്ളൂ. ഏതാനുമേ ബാക്കി വിചാരത്താലും വാക്കാലും ഉള്ളത് നമ്മൾ ഒട്ടും ഗൗരവത്തിൽ എടുക്കുന്നില്ല. ചിലപ്പോൾ ഏതാനും വല്ലതും എടുക്കുമായിരിക്കും ചിലപ്പോഴാണെങ്കിൽ, അതുപോലും അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. അതൊരു മൈനർ ഇമ്പോർട്ടൻസേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ ഉപേക്ഷയാലുള്ളത് ഒട്ടും നമ്മൾ ഗൗരവത്തിൽ എടുക്കുന്നില്ലല്ലോ. എൻ്റെ വിഴ എന്ന് നമ്മളങ്ങനെ പറയുന്നതല്ലാതെ ഉപേക്ഷയാലുള്ള പാവത്തിന് നമ്മൾ ഒട്ടും എടുക്കുന്നില്ല. അതാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപേക്ഷയാലുള്ള അത് പാവം ചെയ്യുന്നത് മാത്രമല്ല പുണ്യം ഇല്ലാതാകുന്നു എന്നുള്ള വലിയൊരു അവസ്ഥയുണ്ട്. ബാക്കി ഉള്ള 3 എണ്ണത്തിനേക്കാളും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉള്ളതിനേക്കാളും ഈ ഉപേക്ഷയാലുള്ളതിന് അങ്ങനെ കൂടെ വലിയൊരു അവസ്ഥയുണ്ട്. അത് പുണ്യങ്ങളാകേണ്ടതായിരുന്നു. പുണ്യങ്ങളാകാത്ത ഉപേക്ഷയാൽ അത് പാവമായിരിക്കുക എന്നുള്ളത് പുണ്യം ഉണ്ടാകേണ്ട കൃപ നമുക്ക് നഷ്ടമല്ലേ, വലിയ നഷ്ടമാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് കിട്ടേണ്ട ശമ്പളമായിരുന്നെങ്കിൽ അത് കിട്ടാതെ എന്നതിനെ പിടിക്കാന്ന് കൂട്ടിക്കോ എന്ന് പറയുന്നത് പോലെ പോലുമല്ല. നമുക്ക് ആ ഒരു 90% മേഖലയിൽ പിതാവിന്റെ പരിപൂർണതയിലേക്ക് ഈശോയും യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. പഠിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് ഗുരുവിന് തുല്യമാവും എന്ന് പറയുന്നുണ്ടല്ലോ ഈശോ. അങ്ങനെ പിന്നെ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ അവരെ പോലെ തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. ഈശോയുടെ തുല്യമാകാനും നമ്മളെ അങ്ങനെ സുവിശേഷത്തിൽ ലേഖനത്തിലൂടെ വിളിക്കുന്നുണ്ട്. പിതാവിന്റെ പരിപൂർണതയിലും ഈശോയുടെ ആ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയ്ക്ക് മുഴുവൻ തടസ്സം വരുന്നുണ്ടല്ലോ അങ്ങനെ ഒത്തിരി. അപ്പൊ അന്നേരം ഈ സുവിശേഷത്തെ ഇങ്ങനെ ഗൗരവത്തിൽ എടുക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് നാൾ എടുക്കണം. അത് എടുക്കുകയും ഇങ്ങനെ എഴുതി
അത് അതിനകത്തുനിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അന്നേരം ഇങ്ങനെ ഉയർന്നു വരുന്നത് നമുക്ക് ഇപ്പം ഞാൻ പറയുന്ന പോലെ അല്ല. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാലാത്ത രീതിയിൽ അതിന് ജീവൻ വെക്ക് നമ്മൾ കാണുകയും നമുക്കത് അന്നേരത്തേനും നമ്മളിൽ നിന്ന് ഒന്ന് വിചാരത്താലുള്ള പാവങ്ങൾ അന്നേരം കുറയാൻ തുടങ്ങും. ഈശോയുടെ വചനത്തെക്കുറിച്ചുള്ള ധ്യാനമാവുമല്ലോ നമ്മളിലെ. ആദ്യ സമയത്തൊന്നും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നമ്മൾ അതിനകത്ത് വിലം കൊടുത്ത് അതിനകത്ത് നിലനിന്ന് കഴിയുമ്പോൾ നമ്മളിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മഴ പെയ്തേ പല പ്രാവശ്യം മഴ പെയ്ത് കഴിയുമ്പോഴാണല്ലോ കിണറ്റിൽ നല്ല ഉറവകൾ ഉണ്ടാകുന്നത്. അതങ്ങളിൽ ഉറവകൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ശരിക്കും അന്നേരം ഈ വചനം നിലനിൽക്കുകയും നമ്മളിൽ അന്നേരം ജീവനം അങ്ങനെ ഉണ്ടാകാനും തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരത്താലുള്ള പാവത്തിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ തുടങ്ങുക. ഒന്ന്. രണ്ട്, വാക്കാനുള്ളത് നമുക്ക് പിന്നെ ഈശോയുടെ ഇതില് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അധികം ഒക്കെ വർത്താനം പറയാൻ നമുക്ക് തോന്നത്തേ ഇല്ല. നമുക്ക് അന്നേരം അതിനെക്കുറിച്ച് ഒരു സെൻസേഷൻ വരുവേ. വ്യർത്ഥവാക്ക് പറയുക എന്നുള്ള ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ വചനമാണ്. ഒരു നമ്മളോട് തമാശ പറയുന്നതിനും മോശപ്പെട്ട വാക്ക് പറയുന്നതിന് പോലും അല്ല കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് കെയർലെസ് ആയിട്ട് പറയുന്ന വാക്ക്, ഓരോ വാക്കിനും കണക്ക് ചോദിക്കുന്ന ഈശോ സുവിശേഷത്തിലുള്ളത് വായിച്ചിട്ടില്ലേ? കെയർലെസ് ആയിട്ടുള്ളത്. വ്യർത്ഥമാക്കുന്ന മലയാളത്തിൽ കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പറയുന്നതെന്നും പറയും അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നേ. അപ്പൊ ആ കെയർലെസ് ആയിട്ട് പറയുന്ന വാക്കിന് പോലും കണക്ക് ചോദിക്കുന്ന നമുക്ക് അന്നേരം വചനത്തിൽ നിന്ന് വിശ്വാസപൂർവ്വം നമുക്ക് ബോധ്യമാകാൻ തുടങ്ങും. അപ്പൊ നമ്മളിൽ നിന്ന് പതുക്കെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വർത്തഭാഷണങ്ങൾ മുന്നേ നമ്മളിൽ നിന്ന് പോകും. അതല്ല സ്പിരിച്വലായാൽ പോലും ചിലപ്പോൾ അത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വ്യർത്ഥമാകുന്നത്. കാരണം നമുക്ക് ജീവിക്കാനല്ലാതെ നമ്മൾ ചുമ്മാ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വല്ല കാര്യമുണ്ടോ? അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അതും ഒരു വർത്തഭാഷണത്തിന്റെ ഒരു തരത്തിലേക്ക് അങ്ങനെ പോലും പറയുമ്പോഴേ അപ്പൊ അത് മാറും നമ്മളിൽ നിന്ന് പതുക്കെ. പിന്നെ പ്രവർത്തിക്കാനുള്ള ഭാവങ്ങൾ അന്നേരം മാറുകയല്ലേ. നമ്മൾ നല്ല ബോധ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഈശോയുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, ഈശോയുടെ സാന്നിധ്യത്തിലാണെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പാവം ചെയ്യാനോ ഈശോ ഒരു കുഞ്ഞു പാവം മൂലം വേദനിപ്പിക്കാനോ നമുക്ക് തോന്നാതെ ആവുകയെ. അതൊന്ന്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഉപേക്ഷയാലുള്ള പാവങ്ങളെ നമ്മൾ ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങും. കാരണം നമുക്ക് പിന്നെയാണ് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങേണ്ടി വരുന്നതെങ്കിലും ഇപ്പം നമ്മൾ ഈ സുവിശേഷത്തിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ അതിനകത്ത് ഇതായി കഴിയുമ്പോഴത്തേനും ഉപേക്ഷയാലുള്ള പാവങ്ങൾ നമ്മൾ പോകും. ഒരു ദിവസം മുഴുവൻ 24 മണിക്കൂറും നമ്മളിപ്പോൾ ഉറങ്ങുവാണെങ്കിൽ പോലും നമ്മളിൽ ഈ വചനം നിലനിൽക്കാൻ തുടങ്ങി. അപ്പോൾ വചനത്തിന്റെ ഒരു ധ്യാനം നമ്മുടെ ഉള്ളിൽ കൂടെ പോകാൻ തുടങ്ങും. അപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല പിന്നെ അതൊരു സമർപ്പണം. അന്നേരം ഒരേ സമയം നമ്മൾ പാവത്തിൽ നിന്ന് വിട്ടു മാറാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു സൈഡിൽ നടത്തുന്ന ഒരു ശ്രമം ഉണ്ടല്ലോ, അത് വേണം. പക്ഷെ അതിനേക്കാളും അത് നമ്മളിങ്ങനെ ഈ പോസിറ്റീവായിട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇതെല്ലാം മാറാൻ തുടങ്ങും ആ ഒരൊറ്റ യാത്രയില്. ബ്രദർ പറഞ്ഞു മഴ പെയ്ത് കഴിയുമ്പോ കലക്കവെള്ളമാണല്ലോ ഒഴുകുന്നത്. അതെ അതെ അതെ. പക്ഷെ അത് ഒഴുകിക്കൊണ്ടിരുന്ന അതുപോലെ അതെ 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 കലക്കലൊക്കെ അന്നേരം മാറുകയും ചെയ്യും. നമുക്ക് കൊടുക്കേണ്ടത് ഈ ഊർജ്ജമാണ്. നമുക്ക് ഊർജ്ജം കൊടുക്കണമെന്ന് അങ്ങനെ നമുക്ക് ഇതുവരെ ഒരു ബോധ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിങ്ങനെ ഒരു എന്നതാ അതിന് എന്നാ പോക്കുന്നായോ വന്നോ മെല്ലപ്പോക്കുന്നായോ അങ്ങനെയൊന്നും പറയാനൊരു വാക്കുപോലും ഇല്ലത്. നമുക്കൊരു ചുമ്മാ അങ്ങ് ഒരു എന്നതാ ഈ ലാമത്തഴിച്ചു വിട്ട കോഴി എന്നൊക്കെ പറയുന്ന പോലെ ചുമ്മാ അങ്ങ് ഒരു ലക്കിലാണോ ഇല്ലാത്തൊരു പോക്കുക നമ്മൾ വാസ്തവം പറഞ്ഞാലേ ശരിക്കും ഒരു സുവിശേഷം നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ആവറേജ് ആൾക്കാരങ്ങനെ ഞാനിങ്ങോട്ട് പോരുന്നതിനൊക്കെ മുമ്പേ എന്നെ പ്രേരിപ്പിച്ചൊരു വലിയ ചിന്ത അതാണ്. ഒരു ആവറേജ് എല്ലാവരും കൂടെ പോകുന്ന രീതിയിൽ അങ്ങ് പോകാനായിട്ട് നമുക്ക് അങ്ങ് ഒരു സാധാ പ്രേരണ കാണും എപ്പോഴും. എല്ലാവരും പോകുന്നു, പള്ളിയിൽ പോകുന്നു, പിന്നെ കുരിശ് വരയ്ക്കുന്നു, ബാക്കിയുള്ള സമയം എല്ലാം വേറെ കത്തോലിക്കനൊന്നും അല്ലാതെ അങ്ങനെ ആ ഒരു ഏതാനും സമയം മാത്രം നമ്മൾ ഒരു ഇതിന് കൊടുക്കുകയും ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനെ അങ്ങനെ പോയൊരു ആവറേജ് ഒരു കത്തോലിക്കനായിട്ട് അല്ല ഒരു ജീവിക്കാനുള്ള ഒരു ഇതാണ് പൊതുവേ നമ്മൾ ഈ കിടക്കുന്നത്. അത് മാറിയിട്ട് നമ്മൾ അങ്ങനെ ഞാനും പണ്ട് ഇങ്ങനെ കയ്യാലൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനെ ഇതിപ്പോ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ ചരട് കെട്ടുന്ന ഇങ്ങനെ ചരട് ഇങ്ങനെ കെട്ടിയിട്ട് പക്ഷെ ആദ്യകാലങ്ങളിൽ വീട്ടിലൊക്കെ കയ്യാൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും ചരട് കെട്ടിയിരിക്കുന്നത് അതിന്റെ ഒരു നമുക്ക് അതിന്റെ ലൈനും ഇതും കെട്ടാനില്ലേ. പക്ഷെ നമ്മൾ കെട്ടി പോകുമ്പോൾ വേറെ ഒരു ഇതിലങ്ങ് പോവുക. ചരട് കെട്ടിയിരിക്കുന്ന ചരട് അതിന്റെ കെട്ട് നിപ്പുണ്ട്, പക്ഷെ നമ്മൾ കെട്ടി വരുമ്പോൾ അങ്ങനെ ഒക്കുന്നില്ല. അതുകൊണ്ടങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെ വചനം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫേ നമ്മൾ ചുമ്മാ ഇപ്പുറത്തൂടെ അങ്ങ് ഒരു നമ്മുടെ അഭിപ്രായത്തിൽ നമ്മുടെ നമ്മുടെ സാഹചര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചും കമ്മ്യൂണിറ്റി സജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചും അങ്ങനെ ചുമ്മാ വചനത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്നോ വചനം അങ്ങനെ ജീവിക്കേണ്ടതാണെന്നോ നമ്മളെ എവിടെയോ നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയി. അതിനെ തിരിച്ച് അതാ മനസാന്തരപ്പെടുക എന്ന് പറഞ്ഞത്. ഈശോ മനസാന്തരത്തിന് വിളിച്ച സുവിശേഷത്തിൽ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. അതൊരു
നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഈശോ വിളിച്ചത് തന്നെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ അനുദപിക്കുക മാത്രമല്ല, പാവം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല പിന്നെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുതെന്നല്ല, സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നാണ് പിന്നെ പറയുന്നത്. സുവിശേഷം മൊത്തമാണ്. അത് നമ്മൾ ചുമ്മാ ഒരു ഒറ്റ സെന്റൻസ് ആയി ചുമ്മാ അതിനെ എടുത്തൊരു ഗൗരവമില്ല എടുക്കുന്നതുകൊണ്ടാതെ സുവിശേഷം മൊത്തം വിശ്വസിക്കാനല്ലേ. ഈശോയെ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞത് മുഴുവൻ ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. അല്ല ഈശോ പറഞ്ഞതുപോലെ നമ്മൾ ആയിരിക്കണമെന്നല്ലേ. അല്ല ഈശോ അന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, വിസ്തുർവാന സ്ഥാപിച്ചു, ഉദാശ സ്ഥാപിച്ചു, സഭ സ്ഥാപിച്ചെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഒരു ജനറൽ ഫെയ്ത്ത് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, ഒരു കോമൺ ഫെയ്ത്ത് എന്നൊക്കെ. അതല്ലല്ലോ ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടതെല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. നല്ലൊരു ആലോചിച്ച് നോക്കിയാൽ നേരം അത് കിട്ടുമത്. ഇത്രയും ഏക ഗുരു എന്ന് വേറെ ആരും വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിച്ചതാണല്ലോ. വേറൊരു ഗുരു ഇല്ല പഠിപ്പിക്കാൻ. അപ്പോൾ പഠിപ്പിച്ച ഈ 4 സുവിശേഷങ്ങളിൽ പൗലോസ്ലിഹായുടെ പിന്നെ എടുക്കാം, അതിനകത്തൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ എല്ലാം പൂർണ്ണമായി കിട്ടും. 4 സുവിശേഷങ്ങളിൽ അത്രമാത്രം സമൃദ്ധമായിട്ട് ജീവന്റെ ഇതെല്ലാം വെച്ചിരിക്കുക. അത് നമുക്ക് ജീവിച്ച ഇത് ചെയ്യാൻ പറ്റത്തുള്ളേ, ഇത് വ്യാഖ്യാനിക്കാനൊന്നും പറ്റത്തില്ല. ബെനഡിക്ട് മാർപ്പാപ്പയൊക്കെ പറയുന്നത് സുവിശേഷം ശരിക്കും നമുക്ക് ജീവിതം കൊണ്ടേ വ്യാഖ്യാനിക്കത്തുള്ളതാണ്. അത് വിശുദ്ധരാണ് അവരുടെ ജീവിതം കൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചത്. അപ്പം ജീവിതം കൊണ്ടേ അത് വ്യാഖ്യാനിക്കത്തുള്ളൂ യഥാർത്ഥത്തിൽ. അതിൽ കുറേ മെസ്സേജുകളുടെ അർത്ഥമൊക്കെ ഒന്ന് നമുക്ക് സൂചിപ്പിച്ച് തരാമെന്നല്ലാതെ ഇപ്പം ഒരവസ്ഥയെ നമുക്ക് വ്യാഖ്യാനിച്ച് മനസ്സിലാകില്ലല്ലോ. ഓരോ അവസ്ഥകളും വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ജീവിച്ചു കഴിയുമ്പോൾ അത് പൂർണ്ണതപ്പെടുകയും ചെയ്യും. പുറമ്പോക്കുകളില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റി എഴുതാം. നമ്മുടെ ജീവിതം മൊത്തം ഇപ്പം ഏതാണ്ട് ഒരു പുറമ്പോക്ക് പോലെയാണ് കിടക്കുന്നത്. ചുമ്മാ ഒരു ശ്രദ്ധയില്ലാതെ കൃഷി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാതെ ചുമ്മാ കിടക്കുന്ന സ്ഥലത്തിനെ ഈ പുറമ്പോക്ക് എന്ന് പറയുന്നത്. അവിടെ മുൾച്ചെടികളും അതും ഇതെല്ലാം വീണ് കിടത്തെ ഒരു കാവ് പോലെ ആവും. അവസാനം പാമ്പും കയറി. ഈ 2000 വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഇനിയിപ്പം ഉച്ചവണ്ണത്തിനൊക്കെ ഇനിയും 8-9 വർഷം കൂടെ ഉണ്ടെങ്കിലും വചനം തന്നതിന് ഇനി വാസ്തവം പറഞ്ഞ് ഇന്നിപ്പോൾ 21 ആയില്ലേ. 22, 23, 24, 25, 26, 5 വർഷം കൂടെ കഴിയുമ്പോൾ, 5 വർഷം പോലും ഇല്ല, 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് സുവിശേഷം ഈശോ തുറന്ന് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ ജൂബിലി വെച്ചല്ല കേട്ടോ. പക്ഷെ എന്നാലും അതൊരു അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ സീരിയസ്നെസ് ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട് എടുക്കാനായിട്ട്. അതെടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കുന്ന പോലെ അതൊരു മരുഭൂമി അനുഭവമൊന്നും അല്ലാതെ ശരിക്കും ജീവന്റെ സമൃദ്ധിയാണ് അന്നേരം ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കുന്ന നമ്മുടെ ഉള്ളിലെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെ സുവിശേഷത്തിലോ അല്ലെ ഈശോയുടെ വചനത്തിലോ ഒരു ട്രൈ ആയിട്ട് ജീവിതം നിൽക്കുമെന്നാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അല്ല ദുഷ്ടാരൂപി നമ്മളെ ചിന്തിപ്പിക്കുകയോ അല്ല നമ്മളിലെ ഈ ചിന്തകളെ അങ്ങനെയൊക്കെ ആണെന്ന് അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുക അതൊരു. പക്ഷെ അത് ഏറ്റവും ജീവനുള്ളതല്ലേ ഈശോയുടെ വചനം. ആത്മാവും ജീവനും എൻ്റെ വചനം എന്നല്ലേ ഈശോ പറഞ്ഞത്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയല്ലേ. ഈ വ്യാകുലതയൊക്കെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എപ്പോഴും നിരന്തരം വ്യാകുലമായിരിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിന്റെ കാര്യത്തിലും എല്ലാം അതെ. ഹൃദയത്തില് മാതാവ് വചനത്തെ സംഗ്രഹിച്ചതുപോലെ എപ്പോഴും സംഗ്രഹിച്ച് ഹൃദയം നമ്മുടെ നിക്ഷേപം അവിടെയാണ് ഹൃദയം ഇരിക്കാൻ പോകുന്നത്. അത് ഹൃദയം പലപ്പോഴും പുറത്തിരിക്കേണ്ടവരെ അങ്ങനെയാണല്ലോ. നമ്മുടെ നിക്ഷേപം ഈ ദൈവവചനങ്ങളിലാണെങ്കിൽ അവിടെ ഇരിക്കും ഹൃദയമേ. ഈശോയുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കും അന്നേരം. ഓപ്പാക്കൊന്ന് കളിക്കാക്കി
കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ബോധ്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ബ്രദർ പറഞ്ഞ പോലെ വായിച്ച് 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 മഴ നനയുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോഴാണല്ലോ അവിടെ കളക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആദ്യത്തെ ആ ഒരു മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മള് അല്ലാതെ കുഞ്ഞു കുഞ്ഞു വലിയ വായനകളൊന്നും ഇല്ലല്ലോ, ചെറിയ വായനകളും അല്ലാതെ നമ്മളിങ്ങനെ ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോഴും അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞതങ്ങോട്ട് എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് തോന്നാണ് ഈ എന്താ ഒരു പിന്നെ വീണ് 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 അവിടെ ഉറച്ചു പോകുന്ന പോലെ മഴ പെയ്ത് നില ഉറച്ചു പോകുന്ന പോലത്തെ എനിക്കറിയത്തില്ല. അങ്ങനെ ഇതാണ് പുതിയതായിട്ട് എടുത്താൽ മതി. എന്തോ അല്ല എല്ലാത്തിനെയും ഒന്നേ നമ്മൾ എടുത്തൊക്കെ നമ്മളിപ്പോ ഇത്രത്തെ കാലം എടുത്തൊക്കെ സീരിയസ് ആയിരിക്കുകയല്ലേ നമ്മൾ എടുത്തതേ. ഒരു ആവറേജ് ഒരു പോക്കിന് വേണ്ടി നമ്മളങ്ങ് എടുത്തതേ കാണത്തുള്ളേ. വചനത്തെ സീരിയസ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എടുപ്പാണ്. അതിപ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. അത്രമാത്രം നമ്മുടെ അസ്തിത്വത്തിന്റെ മുഴുവൻ ഊർജവും കൂടെ കൊടുത്തുള്ള എടുപ്പാണ്. അപ്പം നമ്മൾ ഇപ്പം നമുക്കിതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ എങ്ങനെ പോയാലും കുഴപ്പമില്ലെന്നുള്ള ഒരെണ്ണം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നിൽക്കത്തുള്ളൂ. അത് നമുക്ക് പല ഈ നമ്മൾ ഉദാഹരണമായിട്ടൊക്കെ പറയുന്ന ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മുക്കി കഴിയുമ്പോഴേ രാമസാറിൻ്റെ ഒക്കെ ഉദാഹരണത്തിൽ നമ്മൾ ദയാനന്ദൻ്റെ അത്രയും ഈ ജീവന് ശ്വാസം എടുക്കാൻ വേണ്ടി ഉള്ള ഒരു നമ്മളിലുണ്ടാകുന്ന ഒരു ശ്വാസം പോലെ പ്രധാനപ്പെട്ട ഈ വചനമേ നമുക്കത് പിടികിട്ടുന്നില്ലാഞ്ഞിട്ടത് അങ്ങനെ എടുക്കണമെന്നേ. അപ്പം നമ്മളിതിനോട് ഇതുവരെ ആരും അങ്ങനെ സീരിയസ്നെസ് കൊടുക്കുന്നുമില്ലേ, കൊടുക്കുന്നവരെ കാണുന്നുമില്ല, കൊടുക്കുന്നുമില്ല. അതുകൂടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ എല്ലാം കൂടെ ഒരു നമ്മൾ ഏതോ ഒരു തരം പോക്കാണ് പോകുന്നതേ. അതിനെ അങ്ങനെ കുറേ പേര് എടുത്തു കഴിയുമ്പോഴാണത് കാര്യങ്ങൾ ബാക്കിയുള്ളവർ കൂടെ എടുക്കാനൊരു പ്രേരണ ഒരു ഇതൊക്കെ ആവുന്നതേ. അത് നമ്മൾ വേറൊരാളെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ തന്നെ ഒരു നമ്മൾ ആദ്യം ഒരു ധ്യാനത്തിലൂടെ വചനത്തിൻ്റെ ഒരെണ്ണം ബോധ്യപ്പെട്ടേ പിന്നെ അത് വായിച്ചും ജീവിച്ചും കഴിയുമ്പോൾ അത് ദൈവം തന്നെയാണ് ഈ വചനമേ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതാ പറയും, അത് ഈ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു അല്ല. അത്രയും ഭയങ്കരമാണ് അത്. അത്രയും ശക്തിക്കെടുക്കുമ്പോഴാണ് അതിൻ്റെ പുറമേ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നത്. അത് വലിയ ബോധ്യം വിശ്വാസത്തോടും കൂടെ ഇപ്പം നമുക്ക് വിശ്വാനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വിശ്വാസം ഉണ്ടല്ലോ പൊതുവെ ഒരുവിധം ആൾക്കാർക്ക്. അതുകൊണ്ടാണ് അവര് ഈ വിസ്തുർവാന കുദാശ ചെയ്യുമ്പോൾ അന്നേരം ഈ പോസ്തി ഈശോയുടെ ശരീരമായി മാറുന്ന നമുക്ക് വിശ്വാസം വരുമല്ലേ. വചന കുഞ്ഞായിട്ടാണ് പറയുന്നത്. അച്ഛന്മാരെ വലിയ ഗൗരവത്തിലൊന്നും അല്ല പറയുന്നെങ്കിലും ഇത് മാറുക. അത്രയും വചനത്തിന് പവർ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുകയല്ല നമ്മൾ. അതുപോലെ തന്നെ നമ്മളിലേക്കും ഈ ഒരു മാറ്റത്തെ ദൈവം കൊണ്ടിരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ അത് വരും. ഓരോ വചനമേ അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പൊ ഓരോ വചനം എടുത്ത് ശത്രുക്കളെ സ്നേഹിക്കുക. അതിന് പിന്നെ നമ്മൾ ആലോചിക്കാനൊന്നുമില്ല. ആരെങ്കിലും സഭയുടെ ശത്രുക്കളോ അല്ല നമുക്ക് ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുക്കുക എന്നുള്ള ഒരു പരിഗണന പോലും നമുക്ക് പിന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വചനം ജീവിക്കാൻ തുടങ്ങും നമ്മൾ. അവിടെ ആ മാറ്റം നമ്മൾ സംഭവിക്കണം. അതേ മാറ്റം ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ എടുക്കണം. അത്രയും ഓരോ വചനവും ഈശോ പറയാ ആകുലപ്പെടണ്ട നാളെ കുറിച്ച്. നമ്മൾ ആകുലപ്പെടരുത്. നമ്മളായിരുന്നു ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ഈശോയുടെ ആ മഹാവചനത്തിനെതിരെ നമ്മൾ തെറ്റ് ചെയ്യുമല്ലേ. നമുക്ക് അങ്ങനെ എന്നാലേ ആ വചനം നമ്മൾ എടുക്കണം. അത് ആകുലപ്പെടുകയല്ലെന്നുള്ളൊരു തീരുമാനമല്ല നമുക്ക് വരണ്ടേ. ഈ ആകുലതയുടെ ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ അന്നാലും ഈ വചനമാകുന്ന വാളെടുത്ത് നമ്മൾ വെട്ടണം. ഈ ആകുലതയെ അതിനെ വചനത്തെ മാത്രമായി ലേഖനത്തിൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ പറയുമ്പോൾ ബാക്കിയെല്ലാം ധരിച്ചൊരു ഇതായിട്ടല്ല നിൽക്കുന്നത്. വചനമാണ് നമ്മൾ ആയുധമായിട്ട് കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ആയുധം എന്ന നിലയിൽ ആക്റ്റീവായിട്ടുള്ള ആയുധം വചനം. അപ്പൊ നമ്മുടെ ഞാൻ ഈ അനുഭവത്തിൽ ഇതൊക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് ആകുലതകൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ എല്ലാവർക്കും കൊണ്ടുവരും. ആകുലത കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ അത് ആകുലതയാണെന്ന് മനസ്സിലാകുന്ന ഫസ്റ്റ് മൊമെന്റിലെ വാളെടുത്തോണം. ഈശോ പറഞ്ഞിട്ടുണ്ട് ആകുലപ്പെടണ്ട. അന്നേരം നമ്മൾ ആകുലപ്പെടാതിരിക്കാൻ തുടങ്ങണം. അന്നേരം പ്രാർത്ഥിക്കണം.
പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ആകുലപ്പെടുകയല്ലെന്ന്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ആകുലത പിന്നെയും വരുമായിരിക്കും, വന്നുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഈശോയോട് പറയണം, ഞാനത് സമ്മതിക്കുന്നില്ല എന്നേ ദൈവം കാണുന്നിടത്ത്. അന്നേരം നമ്മളിന്ന് പതുക്കെ ഇതങ്ങ് മാറാൻ തുടങ്ങും. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, ആരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ അപ്പൊ പീഡിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്നും പിന്നെ അവരെ ഇട്ട് ആലോചിച്ച് ഇവനെ അല്ലെ എന്നെങ്കിലും ഇവർക്കെതിരായിട്ട് എന്നെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാതെ ആയിരിക്കും അല്ലേ നമ്മൾ ഇവനെ ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒറ്റ ഓർമ്മ ഈശോ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. എളുപ്പമല്ലായിരിക്കും, ചില സമയം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മളിന്ന് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു രക്തത്തിന്റെ ലീക്കിങ് ഉണ്ടാകുന്ന സമയം വരെ ചിലപ്പോൾ അങ്ങനെ വരാം ഓരോ കാര്യങ്ങളില്ലേ. അങ്ങനെ ചില വിശുദ്ധരുടെയൊക്കെ ഫ്രാൻസിസ്കൻ സഭയിലൊക്കെ വിശുദ്ധരുടെ ഇങ്ങനെ സന്യാസികളുടെ ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവർ മൗനവ്രതത്തിലായിരുന്നപ്പോഴേ ആരാണ്ടിങ്ങനെ പ്രകോപിപ്പിച്ചു പുള്ളിയെ. അപ്പോൾ മൗനവ്രതമാണ്, മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞെരുക്കം ഉണ്ടായി പുള്ളിയോട് പ്രതികരിക്കാൻ വേണ്ടി. അന്നേരത്തേനും പ്രതികരിക്കാതിരുന്നു, മൗനവ്രതമായതുകൊണ്ടും പ്രതികരിക്കാതിരിക്കാം. പക്ഷെ ഈ അരിശവും ഇതെല്ലാം കൂടെ വന്ന് അവസാനം പ്രതികരിക്കാൻ പറ്റാതെ പുള്ളിയുടെ തൊണ്ട ഇവിടെ അങ്ങാണ്ട് പൊട്ടി രക്തം ഒഴുകുന്ന ഒത്തിരി. അപ്പൊ ഞാൻ പറഞ്ഞത് അന്നേരം ഒരു ഭയങ്കര ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്, ആ രക്തം നമ്മളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിപ്പോയാലും അങ്ങനെ പോയാലും ഈ വചനം പാലിക്കുന്ന മൂലം ക്രിസ്തുവിന്റെ രക്തം നമ്മളിലേക്ക് അന്നേരം ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ പോയാലും ഒരു കാരണത്തിൽ പറഞ്ഞ ഈ ഈശോയുടെ വചനം നമുക്ക് രക്തം തരുന്നുണ്ട്. ജലവും പുണ്യാണൊക്കെ അങ്ങനെ പറയും. നമ്മള് വിസ്തുർവാനയില് കൗതാശികമായിട്ട് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നത് പോലെ തന്നെ നമ്മള് വചനം വായിച്ച് വചനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുമ്പോഴേ വചനത്തിൽ നിന്ന് നമ്മൾ ആ വചനത്തിന്റെ ആ സത്തയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ രക്തമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഈശോയുടെ ശരീരവും നമ്മൾ സ്വീകരിക്കുന്നുണ്ടെന്നേ. അപ്പൊ അങ്ങനെ അത്രയും ഹൈറ്റില്ല ഇത് കിടക്കുന്ന കാര്യങ്ങളെ. ശപിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ സഭയുടെ പുതിയ ശത്രുക്കളൊക്കെ ആകാം. ഇപ്പൊ നമ്മള് ഓരോരുത്തരെ നമ്മളെ പീഡിപ്പിക്കുന്നു തോന്നുന്ന ഓരോ പാർട്ടി എന്തേലും ആകാം. അതൊക്കെ അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇല്ല അവരെ പീഡിപ്പിക്കുന്നവർക്ക് എന്നേലുവേ നമ്മളെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മാനുഷികതയല്ലേ അത്. ഈശോ മാനുഷികതയെ തന്നെ ഈശോ വൈശാചികതയായിട്ടുമാണ് വിളിച്ചതേ. പത്രോസിനോട് അങ്ങനെയല്ല പറഞ്ഞേ, നിന്റെ ചിന്ത മാനുഷികമാണ്, വിളിച്ചത് പിശാചെന്നോ. അങ്ങനെ ചിന്ത മാനുഷികമാണെങ്കിൽ പോലും നമ്മൾ പിശാചികളെ പോലെ ആവും അന്നേരം. അവര് യോഹന്നാനും യാക്കോബും കൂടെ പറഞ്ഞില്ലേ ഇവരുടെ മേലെ ഈശോയെ സ്വീകരിക്കാത്ത കാരണം സമരിയാക്കാരുടെ മേലെ ആകാശത്തുനിന്ന് അഗ്നി ഇറക്കട്ടെ എന്ന് ചോദിച്ചില്ലേ. ഈശോ തിരിഞ്ഞു വെക്കുന്നുണ്ട്, നിങ്ങളുടെ അരൂപി ഏതാണെന്ന് ചോദിച്ചോണ്ട് വഴക്ക് പറയുന്നുണ്ട് അവരെ. അങ്ങനെ ഈശോ ഒരിക്കലും അങ്ങനെ നമ്മളിൽ നിന്നൊരു രോഷത്തിന്റെയോ വെറുപ്പിന്റെയോ ഒന്നുമല്ല. നമ്മളിൽ നിന്നെല്ലാം എപ്പോഴും കാരുണ്യത്തിന്റെ ഇത് പുറപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അതായിരിക്കണം നമ്മുടെ ശ്രദ്ധയെ. അതൊക്കെയാണ് സുവിശേഷം ജീവിക്കുന്നതിന്റെ യാതൊരുകത എന്ന് പറയുന്നത്. അത് നമ്മുടെ ദിവസം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് വരും. അത് നമ്മൾ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ സുവിശേഷത്തിൽ മുഴുവൻ നമ്മളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എതിർ പ്രവൃത്തികൾക്കുള്ള ഉത്തരങ്ങൾ മുഴുവൻ നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്താൻ തുടങ്ങും, ജീവനായിട്ട് കിട്ടാൻ തുടങ്ങും. അത് അന്നേരം നമ്മളിലെ എല്ലാ നിർജീവ പ്രവൃത്തികളും നമ്മളിൽ ഇങ്ങനെ കുറയാൻ തുടങ്ങും. ഇപ്പൊ നമ്മൾ നിർജീവ പ്രവൃത്തി അതാ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സങ്കടവും അങ്ങനെയൊക്കെ ആന്തരികമായിട്ട് നമ്മുടെ ഒരു ദിവസവും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ശൂന്യത സങ്കടമൊക്കെ വരുന്നതിന്റെ കാര്യം ഇതാ. ഈശോയെ ശരിക്കും നമ്മുടെ മനസാക്ഷിയെ അതിന്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്നാണ് ഈശോയുടെ തിരുരക്തം രക്ഷിച്ചിരിക്കുന്ന അബ്രാലേഖനം പറയുന്നത്. മനസാക്ഷിയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് പ്രവർത്തിക്കുന്ന പ്രവൃത്തി പോലും അല്ലേ, ഉള്ളിലെ ആ നെഗറ്റീവ് പ്രവൃത്തികളാണ്, സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികളാണ് ഉള്ളിലെ മനസാക്ഷി നടക്കുന്നതിൽ. അതിനെയാണ് ഈശോയുടെ തിരുരക്തം രക്ഷിച്ച് നമ്മളെ ഒരു എബ്രായലേഖനം നല്ലപോലെ വായിച്ച ഒരു പരിപൂർണ മനസാക്ഷിയിലേക്ക് നമ്മളെ ആക്കിയെടുക്കുന്നത്. മനസാക്ഷിയിൽ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യമായിട്ട് ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി നമ്മളിങ്ങനെ ഏതാ നമ്മുടെ മനോഭാവം എന്നുള്ളത് നമ്മൾ നോക്കണം. അത് സുവിശേഷത്തിന് വിരുദ്ധമാണ്, അതെല്ലാം മാറ്റണം, ഉള്ളതെല്ലാവേ. ഇപ്പൊ സുവിശേഷം പറഞ്ഞതനുസരിച്ച് മനസാക്ഷി നമ്മൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും ശരിക്കും നമുക്ക് അന്നേരം ഭയങ്കര സുവിശേഷത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാൻ തുടങ്ങും. മനസാക്ഷി 24 മണിക്കൂറും ആക്റ്റീവാണ്. അത് നിർജീവ പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യണം. എന്നാലും ഒരു ക്ലിയർ കോൺഷ്യൻസ് ഉണ്ടാവും, പെർഫെക്റ്റ് കോൺഷ്യൻസ് ഉണ്ടാകുന്നേ.
മടിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. മടിയെ നമ്മൾ ദൈവം വലിയ മരബോധത്തിന്റെ ഗണത്തിലൊക്കെ വാസം പറഞ്ഞ മടിയെ ഇത് ചെയ്തിരിക്കുന്നതേ. ഈ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നൊക്കെ എടുത്ത് നോക്കിയാൽ മടി, മൂഢത നമ്മൾ മൂഢനായിട്ട് ജനിച്ചതുകൊണ്ട് മൂഢനെന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല. മൂഢത ഒരു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് പോലെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ 10 കൽപ്പനകളുടെ ആ ലിസ്റ്റിൽ ചിലയിടത്തൊക്കെ ഈശോ പെടുത്തിയിരിക്കുന്നത് മൂഢതയൊക്കെ ആ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. താലന്തെ കുഴിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞത് മടിയനും ദുഷ്ടനുമായ ഇതെന്നാ. അവിടെ മടി ഭയങ്കര പ്രശ്നമായിട്ടാണ് കിടക്കുന്നത്. മടിയനും ദുഷ്ടനുമായ ക്രിസ്ത്യനാണ്. അങ്ങനെ ഓരോ ഉപമകളിലും ഓരോ സംഭവങ്ങളിലും അങ്ങനെ ഈശോ ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അത് നമ്മളോടാ പറയുന്നത്. ഇത് നമ്മളാ ഇതിൻ്റെ ഇത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മളാന്ന് നമ്മൾ തീരുമാനിക്കണം. ഇത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ ഈ സുവിശേഷം വായിച്ചേച്ച് നമ്മൾ അതിനകത്തുനിന്ന് പ്രസംഗം എഴുതുവോ ഇത് വേറെ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. ഈ ആ മൂടനെ കുറിച്ച് മാത്രമാണ്, ആ മറ്റേ താലന്ത് കുഴിച്ചിട്ട് അവനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വേറെ ഒരു പ്രസംഗം കൂടെ അതിനെക്കുറിച്ച് പറയുമെന്നല്ലാതെ ആ മൂടൻ നമ്മളാണെന്ന് ഒരിക്കലും സമ്മതിക്കുന്നില്ല. ആ മടിയനെ മൂഢത എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? മൂടന് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതകള് പഴയ നിയമം തൊട്ട് ഞാനത് ലിസ്റ്റ് ചെയ്തില്ല, അതൊക്കെ എടുത്ത് ലിസ്റ്റ് ചെയ്യാവുന്ന ഒരെണ്ണമാണ്. പഴയ നിയമം ആദ്യ പുസ്തകം തൊട്ട് അവസാന പുസ്തകം വരെ എടുത്ത് വായിച്ചു. അതിനകത്തെല്ലാം എനിക്ക് 100 കണക്കിന് പ്രാവശ്യം ഈ പോഷത്തരമായിട്ട് വിളിച്ചിരിക്കുന്ന മുഴുവൻ ഇങ്ങനെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ച് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. പോഷൻ ദൈവമില്ലെന്ന് പറയുന്നത് അങ്ങനെയല്ലേ? ഈശോ പോഷന്മാരെന്ന് ഉപമകളിലല്ല ഈശോ ഇങ്ങനെ ഇവരെ വിളിക്കുന്ന എല്ലാം പോഷൻ എന്നല്ലേ. നമ്മൾ ഈ പാറമേൽ വീട് പണിയാത്തവനെ, മണ്ണിന്മേൽ വീട് പണിയുന്നവനെ പോഷൻ എന്നാണ് വിളിക്കുന്നത്. മറ്റേ സമ്പത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരുത്തും പറയുന്നില്ലേ എൻ്റെ ആത്മാവെ തിന്നു കുടിക്കുക, അന്നേരം അവനെ വിളിക്കുന്ന പോഷൻ. അങ്ങനെ ദൈവവചനത്തിലല്ലാതെ ഞാൻ ഇവര് മറ്റേ കനികമാര് എണ്ണ എടുക്കാതെ അത് അതിന്റെ പോഷൻ എന്നാ വിവേകരഹിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ഒത്തിരി പ്രാവശ്യം പഴയ നിയമത്തിൽ ഒത്തിരി ഉണ്ട്. ഞാൻ ചുമ്മാ വായിച്ചു വന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം കണ്ടേ. ഇതിനകത്തെല്ലാം പ്രഭാഷകന്റെ പുസ്തകത്തിലും ഇതിനകത്തും എല്ലാം ജ്ഞാനപുസ്തകങ്ങളിലും എല്ലാം പോഷത്തരം വിളിച്ചിരിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയോ അല്ലെങ്കിൽ വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയിലോ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലപോലെ പിടി കിട്ടുമോ. ഞാനന്നേരം ഇടയ്ക്ക് വായിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എല്ലാം ഓർത്ത് വരുന്നില്ല. എംബസിലേക്ക് പോയി അവരെയൊക്കെ വിളിക്കുന്ന അങ്ങനെയല്ലേ? വചനം മനസ്സിലാകാത്തവരെ പുരുഷന്മാരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ വിളിക്കുന്നേ. എടുത്തു നോക്കി എല്ലാം ആ ഒരൊറ്റ റിലേഷനിലാണ് വിളിക്കുന്നത്. അതെ, വചനം മനസ്സിലാകാത്തവരെല്ലാം അങ്ങനെ. അത് നമ്മൾ മനസ്സിലാകാത്ത അവസ്ഥയെ നമുക്ക് നിലനിൽക്കാം നമുക്കൊരു അവസ്ഥ ഉണ്ടെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ലേ? അല്ല, നമുക്കിങ്ങനെ മനസ്സിലാകാതെ നിലനിൽക്കാന്നേ ഈശോ പറഞ്ഞത്. മനസ്സിലാകിയല്ല എന്നുള്ള രീതി പറയുന്നതിനോടൊപ്പം തന്നെ ഈശോ അല്ല അവരോട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. ഈ വേദക്കാരന്റെ ഉപമ പറഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ ഉപമ മനസ്സിലാകുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാവുന്നു അങ്ങനെ ചോദിക്കുന്നില്ലേ? അതിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കണമെന്നല്ലേ? വേറെ ഒരിടത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഇത് എന്നൊക്കെ പറഞ്ഞോണ്ടേ ഒത്തിരി ഇടയ്ക്ക് ഈശോ ചോദിക്കും. അതിന്റെ അർത്ഥം നമ്മളൂടെ നമ്മുടെ കോപ്പറേഷൻ മനസ്സിലാക്കലും വേണമെന്നല്ലേ? ഒത്തിരി അങ്ങനെ വചനം ശ്രദ്ധിക്കുമ്പോഴേ അത് നമ്മളോടായി ചോദിക്കുന്നത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. അത് അവരോട് ചോദിച്ചതാ, അത് എഴുതി വെച്ചിരിക്കുന്നു, നമ്മളത് വായിക്കുന്നു. ഈ കൂടി വന്നാൽ അത് ഒരു പുസ്തകം കൂടെ എഴുതുന്നു, അല്ലെ പ്രസംഗം പറയാൻ അവസരമുണ്ട് അത് പ്രസംഗം പറയുന്നു, അല്ലെ നമുക്ക് സ്പോണ്ടേനിയസ് പ്രെയർ ഉണ്ട് അതിനകത്തൊന്ന് ഇങ്ങനെ പറയുന്നത്. നമ്മളെ ഇതിലൊന്നും പെടാത്തവരെ പോലെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാ അങ്ങനെ നമ്മൾ വായിക്കുന്നതേ. അതൊക്കെ വായിക്കുമ്പോൾ നല്ല അങ്ങനെ ഓരോന്ന് വായിക്കുമ്പോഴൊക്കെ ഒന്നേ ഇങ്ങനെ പഴയ നിയമവും ഇതൊക്കെ വായിച്ചു വരും. ഓരോ പുസ്തകത്തിന്റെ ഇങ്ങനത്തെ ഓരോ ഇപ്പം ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അത് നമ്മൾ വായിച്ച് അങ്ങനെ ഒരു ഈ ശ്രദ്ധയും കൂടെ വായനയെ നിലനിർത്തണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഇതിനകത്ത് തന്നെയല്ല അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആത്മാവിനോട് നമ്മുടെ ആന്തരികം നമ്മൾ ചോദിക്കുന്നില്ലേ പോലും നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം വചനത്തിലെ പഴയ നിയമവും പുതിയ നിയമത്തിലും എല്ലാം.
അപ്പൊ നമ്മൾ ചോദിച്ചില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിനകത്തെല്ലാം കിടക്കുക. ഈ മടിയൊക്കെ നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ശരിക്കും മടി, പിന്നെ ഇപ്പം ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇല്ല, ഇപ്പം കൂടുതൽ നേരം ഉറങ്ങാനും ഇപ്പൊ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ആസക്തിയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒക്കെ ശരിക്കും നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഓർക്കുമ്പം ഇപ്പൊ നമ്മളൊരു നല്ലൊരു ധ്യാനമൊക്കെ കൂടി ഒരു അഭിഷേകത്തിനൊക്കെ നിൽക്കുമ്പോ നമുക്ക് അത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നു. അപ്പൊ അത് ശരിക്കും നമ്മുടെ ശക്തി കൊണ്ട് നോക്കിയാൽ ശരിക്കും അത് പറ്റുമോ? അത് നമ്മളെ തീഷ്ണത, നമ്മൾ മങ്ങിപ്പോകുന്ന തീഷ്ണത മങ്ങിപ്പോകാതെ നോക്കണം. കൊച്ചിന് ധ്യാനം കൂടിയിട്ട് ഇതല്ലേ എളുപ്പമായിരുന്നല്ലേ പറഞ്ഞേ. അന്നേരം ഒരു അഭിഷേകം കിട്ടി, നമുക്കൊരു തീഷ്ണത കിട്ടി, അന്നേരം എളുപ്പമാ. നമ്മളീ മങ്ങൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതങ്ങ് പോകുന്നേ. പിന്നെ നമ്മൾ പിന്നെ പഴയ ഇതിലേക്കാവും. അടുപ്പൊക്കെ ആണെങ്കിലും ഊതിക്കൊണ്ടിരിക്കണ്ടേ. വിറക് എത്ര നല്ല വിറക് വെച്ചാലും ഇച്ചിരി കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും വിറക് കത്തി അത് കത്താതിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും നമ്മൾ അതേപോലെ സ്ലീഹ പറയുന്നില്ലേ തിമോത്തിയോടല്ലേ, ഇങ്ങനെ എന്റെ കൈ വഴി കിട്ടിയ അഭിഷേകത്തെ നീ വീണ്ടും ജ്വലിപ്പിക്കണമെന്നാ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമ്മൾ ദൈവത്തിന്റെ കൃപ കിട്ടും. ദൈവത്തിന്റെ കൃപ ഓൾറെഡി സന്നിഹിതമാണ്. അത് ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് നീ മുട്ട്, ഞാൻ തുറക്കും. മുട്ടുക എന്നുള്ളത് നമ്മുടെ ഭാവമാണ്. നീ അന്വേഷിക്ക്, നീ കണ്ടെത്തും. അത് ഉറപ്പ് ദൈവം തന്നിരിക്കുന്നേ. നീ പ്രാർത്ഥിക്ക്, ചോദിക്ക്, തരും. പക്ഷെ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ഇതല്ലേ. മുട്ടുക എന്തോ അങ്ങനെ നമ്മളങ്ങനെ വചനത്തിൽ ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ ഉറപ്പുകളും ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുക. ദൂർത്തൂത്തന്റെ ഉപമയില് പിതാവ് കാത്തിരിക്കും. പിതാവ് ഇതെല്ലാം ഒരുക്കി നല്ല വസ്ത്രവും മോതിരവും ചെരുപ്പും എല്ലാം തയ്യാറാക്കി പിതാവ് കാത്തിരിക്കുക. നമ്മൾ തിരിച്ചു ചെന്നോണം. അതാ നമുക്ക് നൽകുന്ന വാഗ്ദാനമേ. തിരിച്ചു ചെന്നാൽ സ്വീകരിക്കും, ആ ഉറപ്പുവോ. നമ്മൾ തിരിച്ചു ചെല്ലുക എന്നുള്ള നമ്മുടെ ആവശ്യം. അത് നിർബന്ധിച്ച് ദൈവത്തിന് കൊണ്ടുപോകത്തില്ല. അങ്ങനെ അപ്പൊ നമ്മൾ ഈ ഒരു അഭിഷേകം ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പം ഈശോ നമുക്ക് അതിനുള്ള നമ്മൾ വാസ്തവം പറഞ്ഞാൽ നമ്മൾ അഭിഷേകമില്ലാത്ത സമയത്തിലേക്ക് നമ്മൾ വരരുതാത്തവരാണ്. ഇതൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന നമ്മളെല്ലാം ഓരോ ആരും അതിനും എക്സെപ്ഷൻ ഇല്ല, ഞാൻ പറയും അങ്ങനെ. പക്ഷെ നമ്മൾ തന്നെ നമ്മളിൽ ആക്കി തീർത്തിരിക്കുന്ന കുറെ അവസ്ഥകളായതല്ല. അത് നമുക്ക് ശരിക്കും നമ്മൾ അങ്ങനെ ആയിരിക്കേണ്ടവരല്ല. അപ്പൊ നിരന്തരം നമ്മൾ ഇതിനകത്തെ നിലനിൽക്കേണ്ടവരല്ലേ. അത് നമ്മൾ നിലനിൽക്കാത്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മംഗളാപ്പ് വരുന്നതേ. അതുകൊണ്ട് നമ്മളാണ് ഊർജം കൊടുത്ത് ബലം കൊടുത്ത് ഇതിലേക്ക് എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളിലേക്കും പോകേണ്ടതേ. അത് കിട്ടും. അതിനുള്ള കൃപ സന്നിഹിതമാണ്. കൃപയെ നമ്മൾ ഒരിക്കലും ഇനി അത് നമുക്കെല്ലാം പറ്റുന്ന ആ ഭാഗത്ത് സന്നിഹിതമാണ്. ദൈവത്തിന്റെ ഭാഗത്ത് ഈശോയുടെ പീഡാനുഭവം വഴി നമ്മളെ പീഡാനുഭവം കുരിശുമരണവും ഉദ്ധാനവും ക്രിസ്തു സംഭവം വഴി നമുക്ക് എന്തെല്ലാം വേണോ അത് കർത്താവ് തിരുസഭയിലും എല്ലാ മനുഷ്യർക്കും വേണ്ടി സന്നിഹിതമാക്കിയിട്ടുണ്ട്. അത് ഓക്കെയാ. അതിനുവേണ്ടി അന്വേഷിക്കുമ്പോൾ അത് കിട്ടും. ഇരുമ്പ് ഇതൊക്കെയാണെങ്കിൽ ചുമ്മാ ഇരുന്നാലും തുരുമ്പിച്ചങ്ങ് പോകരുത്. അല്ലാത്തപ്പോൾ ഇരുമ്പ് നല്ല മൂർച്ചയോടെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരുമ്പാണെങ്കിലും അത് തുരുമ്പെടുക്കുന്നില്ലല്ലോ. അല്ലാത്തപ്പോൾ അത് തുരുമ്പെടുത്ത് ഒരു കുറച്ചു നേരം അങ്ങ് മാറി കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയും പോയി എല്ലാം പോയി അങ്ങ് ഇതാവുമല്ലേ. ലോകത്തിലെ നമുക്ക് പതിനത്തിൽ അതിൻ്റെ വചനം ഉണ്ടെന്ന് തോന്നുന്നു, മറന്നു ഇപ്പം.
പഴയകാലത്തിലൊക്കെ ഇങ്ങനെ ബലിപീഠത്തിലെ അഗ്നി ഒരിക്കലും അണയാതെ സൂക്ഷിക്കണമെന്നുള്ളൊരു നിയമമായിരുന്നു. അത് നമുക്ക് പഴയ നിയമത്തിൽ അങ്ങനെ എഴുതി നമ്മുടെ ഉള്ളിലെ ബലിപീഠത്തില് ദൈവത്തോടുള്ള നമ്മള് പത്രോസിലിയ പറഞ്ഞല്ലോ, ഇതിന്റെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ സ്നേഹിച്ച് പൂജിക്കാനേ. അപ്പൊ അവിടെ നമുക്ക് ചുമ്മാ അങ്ങനെ പാസീവായിട്ട് ഈശോ ഉള്ളിടം ഒരു പൂക്കളും തിരിയില്ലാതെ വെക്കരുതല്ലോ. ഇത് ഓരോ ദിവസവും അത് ആ പൂജിച്ച് സ്നേഹിക്കല് എപ്പോഴും ഓരോ നിമിഷം നടക്കേണ്ടതല്ലേ. പറയുന്നൊക്കെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അതാ, അത് ഓരോ ദിവസം പുതിയ സ്നേഹമാണ്. ദൈവം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായിട്ടല്ലേ വരുന്നത്. അപ്പൊ ആ പുതിയ സ്നേഹം നമ്മൾ തിരിച്ച് പുതിയ സ്നേഹമല്ലേ നമ്മളെ ഈശോയ്ക്ക് കൊടുക്കേണ്ടത്. അന്നേരമേ ഓരോ ഇപ്പൊ നമ്മള് ഒരു നമ്മൾ ഓപ്പോസിറ്റ് ഒരാളെ നമ്മൾക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് കൂട്ടിക്കൂ. അവര് പണ്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കാണുമ്പോൾ ഒരു നമ്മളോട് സ്നേഹം ഇതില്ലാതിരുന്ന ഇതല്ലേ അല്ലേ? പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു, അല്ലെ ഇന്നലെ ഭയങ്കര സ്നേഹമായിരുന്നു, ഇന്നില്ലെങ്കിൽ തീർന്നില്ല അല്ലേ? അപ്പം നമ്മൾ അവരുടെ മുഖത്തോട്ട് അതുപോലെ നോക്കുമല്ലേ, അല്ലെങ്കിൽ അവര് നമ്മളെ നോക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഓരോ നോട്ടത്തിൽ പോലും സ്നേഹത്തിന്റെ പുതിയ വൈബ്രേഷൻ വേണമെന്നല്ലേ അതിന്റെ അർത്ഥം. അത് നമ്മുടെ സ്നേഹിക്കുന്നവർ ഓപ്പോസിറ്റ് അല്ലാത്തവർ പോലും ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കൂട്ടായ്മയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മങ്ങലുണ്ടായി ഏതാണ്ട് പോലെയല്ല നമുക്ക് അങ്ങനെ. എന്ന് പറഞ്ഞാൽ ഈശോ അതിനേക്കാൾ എന്തെങ്കിലും സെൻസിറ്റീവായിട്ട് സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവമേ. ഈശോ അതാ നെഗറ്റീവ് വാക്ക് പോലും ഉപയോഗിച്ച് ഞാൻ അസൂയാലുവാന്ന് പറയുന്നില്ലേ ആത്മാവിനെ കുറിച്ച്. നമ്മുടെ ആത്മാവിന്റെ ആ സ്നേഹം ദൈവവും ഓരോ പ്രഭാതത്തിൽ എന്ന് പറയുമ്പോൾ പോലും ഓരോ നിമിഷം ഓരോ പ്രഭാതങ്ങളാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ നമ്മൾ അങ്ങനെ നമുക്ക് പറ്റുക. അത് ആ സ്നേഹം നമുക്കുണ്ടാകണം. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സ്നേഹം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ അവസാനത്തെ എല്ലാം പ്രശ്നമേ. ഈശോയോടെ അവിടെയാണ് എല്ലാം തുടങ്ങേണ്ടത്. ആധ്യാത്മികത മുഴുവൻ തുടങ്ങേണ്ടത് അവിടെയാണ്. നമ്മൾ സ്വർഗം ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ലോ, നമ്മൾ സ്നേഹിക്കുന്നതിന്റെ അടുത്തേക്കുള്ള ഒരു പോക്കാണേ. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ഉച്ചമീതത്തിലെ മണവാട്ടിയെ പോലെ കാത്തിരിക്കണം. അവനെ പിടി കിട്ടിയാൽ പിന്നെ ഞാൻ അവനെ വിടിയാലെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാത്തിരിപ്പുണ്ടേ. ആ ഉച്ചമീതമൊക്കെ എടുത്ത് അതിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മാവിന്റെ മണവാളന് വേണ്ടിയുള്ള ആ ഭയങ്കര ആ ഒരു പോക്കെ ദാഹവും പോക്കും അത് ഭയങ്കരമാണ്. അടി ഇടിയും ചതയൊക്കെ കൊണ്ടേ പിന്നെ അതിങ്ങനെ പറയുമല്ലേ, കണ്ട പിന്നെ ഇനി കിട്ടിയാ പിന്നെ അത് നമുക്ക് ഈശോയെ നമുക്കിപ്പോ ഈശോയുടെ ഒരു നഷ്ടം പോലെ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കാണും നമുക്കല്ല അത് വേണമായിരിക്കും. ഇനി കിട്ടിയാ പിടിയാലെന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇനി അവനെ പിടികൂടിയാൽ ഞാനിപ്പോ അനുഗ്രഹിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അനുഗ്രഹമല്ല വേണ്ടേ, നിന്നെ ഇവിടുന്ന് പ്രശ്നമില്ല. അതാണ് വേണ്ടത്. എനിക്ക് കിട്ടിയ scientific search. ഈശ്വരന്റെ സ്നേഹം നമുക്കൊരിക്കലും അങ്ങനെ ഫീൽ ചെയ്യണം നിർബന്ധമില്ലേ. അതൊരു വിശ്വാസമാണ്. അതിപ്പം ദൈവിക പുണ്യങ്ങളിൽ ആ സ്നേഹം നിലനിൽക്കുക നല്ലത്. അല്ല നമുക്കൊരു മനുഷ്യ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരുമായിട്ടുണ്ടാകുമ്പം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സോ സാറ്റിസ്ഫാക്ഷനോ നമുക്ക് വേണമെന്നില്ല. അത് വിശ്വാസം, പ്രതീക്ഷ, ഉപവീയം, തിയോളജിക്കൽ വെർച്യു എന്നതിനെ കുറിച്ച് പറയുന്നത്.
അതാണ് ഭൂമിയിൽ വളരേണ്ടത് നമ്മളിലെ. അത് മൂന്നും നമ്മളിൽ നിലനിൽക്കുന്നു നോക്കിക്കോളും എപ്പോഴും. അതിനെതിരെ പ്രലോഭനം വരും കേട്ടോ. ഭയങ്കര ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെ ഒരു വിശ്വാസത്തിനെതിരെ വരും, പ്രത്യാശയ്ക്കെതിരെ വരും, സ്നേഹത്തിനെതിരെ വരും. ഈ പ്രത്യാശയും വിശ്വാസം പ്രതീക്ഷയും പോയി കഴിഞ്ഞാൽ പിന്നെ സ്നേഹം പിന്നെ നിലനിൽക്കാനും പറ്റത്തില്ലേ. അതിലാണ് അങ്ങനെ ഇപ്പം. അപ്പം അതിനെതിരെ നമ്മുടെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര അന്നേരം നമ്മൾക്ക് നല്ലപോലെ മനസ്സിലാവും ഇങ്ങനെ വന്ന് വിശ്വാസത്തെ അങ്ങ് എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ അതിനെ ഒരു എന്നതാ അങ്ങനെ ഒരു മായ്ച്ചു കളയുന്ന പോലത്തെ അതിന് സമ്മതിക്കരുത്. ഉള്ളിൽ ദുഷ്ടാരൂപിയും നമ്മുടെ ഉണ്ടാകുന്ന ഏത് സജഷനും സമ്മതിക്കാതെ വിശ്വാസത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്തോ പള്ളി പിടിച്ച് ഒക്കെ എന്നാ പറയുന്നത്, അതെ, കടിച്ചു തൂങ്ങി കിടന്നോ. അത്ര ഒരു വില കൊടുക്കണം. അത് ശരിക്കും നല്ലപോലെ നോക്കും. ആ വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും എതിരെ ഭയങ്കര പ്രലോഭനം നമ്മുടെ എല്ലാ ആത്മാവിൽ വരുന്നുണ്ട്. അത് നമ്മളിപ്പം നല്ലപോലെ നോക്കിയാൽ മനസ്സിലാവും. ശ്രദ്ധിക്കാത്തോണ്ട് ചിലപ്പോൾ മനസ്സിലാകുകയല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ അത് വരുന്നുണ്ട്. അപ്പൊ അത് ദുഷ്ടാരൂപി ഭയങ്കര കൗശലകരമായിട്ട് അതിനുള്ള ആർഗ്യുമെന്റ് നമുക്ക് ഉണ്ടാക്കി തരുവേ, നമ്മൾ അറിയുന്നില്ല. പക്ഷെ എന്നിട്ട് നമ്മുടേതാണെന്ന് തോന്നത്തക്ക രീതിയിൽ ദുഷ്ടാരൂപി അവന്റെ ആർഗ്യുമെന്റുകൾ ഈ വിശ്വാസത്തിനെതിരാക്കിയായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മുടേതുപോലെ തോന്നിപ്പിക്കും. നമ്മുടേതല്ലത്. അന്നേരം അവിടെ ജയിച്ച് നിന്നോണം. അന്നേരം ആന്തരികമായിട്ട് പ്രത്യാശയിൽ അതുപോലെ തന്നെ നിന്നോണം. വചനമുണ്ട് ഫെലിസ്ത്യയുടെ ലേഖനങ്ങളിലെല്ലാം ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസ്ഥ ചെയ്താ പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയിൽ നിലനിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടേ വചനങ്ങളുണ്ട്. അല്ലെങ്കിൽ പറ്റിയാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിലനിൽക്കണമെന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യമത്, നമ്മളൂടെ ചെയ്യേണ്ടതാണ്. ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിലനിൽക്കുക. അങ്ങനെ സ്ക്രിപ്ചർ ടെസ്റ്റുകളുണ്ട്. ഇഫ് യു കണ്ടിന്യൂ എന്നും പറഞ്ഞുകൊണ്ടേ യു ഹോൾഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ പല ടെസ്റ്റുകളാണ് എടുക്കുന്നത്. ഒരു അങ്ങനെ ഹോൾഡ് ഫാസ്റ്റ് എന്നല്ലേ, മുറുകെ പിടിക്കും, വിശ്വാസം മുറുകെ പിടിക്കുന്നതേ. ഇഫ് യു കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, വ്യവസ്ഥ ചെയ്താ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രത്യാശ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടോ? അതൊക്കെ നമ്മളിങ്ങനെ ഇതിനകത്ത് വചനത്തിൽ നിന്ന് കണ്ടുപിടിക്കണേ. അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കണ്ടുപിടിക്കത്തുള്ളൂ. അത് നമ്മളിപ്പോൾ സീരിയസ്, ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന ഉദാഹരണം ഇല്ലേ, ഇപ്പം നമ്മുടെ കയ്യിലോട്ട് ഒരു രാജാവ് ഒരു കമ്പ്യൂട്ടറിന്റെ പാഴ്സലെല്ലാം കൂടെ ഇങ്ങനെ തന്നിട്ട്, കമ്പ്യൂട്ടർ വലിയ അസംബിൾ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ വേണമല്ലോ. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തൊരു അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളൊരു പുസ്തകം കൂടെ തരുവാന്ന് കൂട്ടിക്കോ, അല്ല ബുക്ക്. അതെങ്ങനെയാ അതിനെ വർക്ക് മാനുവലോ അങ്ങനെ ഒരു ബുക്കും തരുക. അതൊരു ബൈബിളിന്റെ കട്ടി കാണും. അത്രയും ഒരു ചെറിയ കമ്പ്യൂട്ടർ പോലും അസംബിൾ ചെയ്യണമെങ്കിൽ. അപ്പൊ എന്നിടത്തിൽ പറയാണ് ഇത് 6 മാസം കൊണ്ട് ചെയ്യുക, പക്ഷെ നീ വായിച്ച് നിനക്ക് 1 വർഷം തരുന്നു. 1 വർഷത്തിനകം ഇത് ചെയ്ത് കൊണ്ടുവന്നില്ല, ഇന്ന ഡേറ്റ് വെക്കുക, നിനക്ക് ഒന്ന് കളയെന്ന് പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെ എടുക്കും? ആ പുസ്തകം എങ്ങനെ നമ്മൾ വായിക്കും? ജീവന്റെ വിലയല്ലേ വെച്ചിരിക്കുന്നതിന്. അപ്പൊ നമ്മൾ ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് ഇത് ഓരോന്നും എടുക്കുകയല്ലേ. അപ്പൊ അത് നമ്മളിങ്ങനെ ചുമ്മാ ഇത് ആ പുസ്തകം അവിടെ വെച്ചിരിക്കുന്നു, വായിക്കുന്നു, ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അവിടെ ഇവിടെ എല്ലാം കൂടെ കുറെ സ്ക്രൂ ഇട്ടേ കുറെ നമ്മൾ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കാരണം ഇനി അതിനെ നല്ലപോലെ ആക്കണമെങ്കിൽ ഈ സ്ക്രൂ എല്ലാം അൺസ്ക്രൂ ചെയ്ത് അതിന്റെ ആദ്യം ഏതായിരുന്നു വെക്കണ്ടേ, ഇതിന്റെ എവിടെയായിരുന്നു സ്ക്രൂ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു ഓർഡർ ഉണ്ടല്ലോ ഇതിന്. ഇതിപ്പോ നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇതിനെ ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഇവിടെ എല്ലാം എടുത്തിട്ട് ഇതിനെ അങ്ങനെ അസംബിൾ ചെയ്യുക. ഒത്തിരി സാധനം മിച്ചവും വരും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ലല്ലോ, ഓണാകത്തില്ലെന്ന ഇച്ചിരി കഴിയുമ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരിക്കലും ഒരു ഇത് ചെയ്യത്തുമില്ല. ഇത്രയും സങ്കീർണ ഇതല്ലേ. വചനം അങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്. വചനം പറഞ്ഞ ഇത് ഉദാഹരണം, അത് ആസച്ച വചനം. ഇത് വചനം അനുസരിച്ച് ജീവിക്കുന്നില്ല, നിനക്ക് നിത്യജീവൻ നഷ്ടപ്പെടും എന്നാ പറയുന്നത്. കൃത്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ചേ പഴയ നിയമം മുഴുവൻ എടുത്ത് നോക്കിക്കേ. ഈ പഴയ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കാത്തതിന്റെ ശിക്ഷകളും, അതിന് വലിയ ദേവാലയം പണിത അത് നശിപ്പിച്ച് കളയുന്നു. പിന്നെ പ്രവാചകന്മാരെല്ലാം വന്ന് ഈ കൽപ്പനകളെ ഊന്നിയാ പറഞ്ഞു. പാപം, അതിനെതിരായിട്ടുള്ള പ്രവർത്തികൾക്കെതിരായിട്ടുള്ള ശിക്ഷയും. ഇത് ബാക്കി ഒന്നുമില്ല. ബൈബിൾ വാസ്തവം പറഞ്ഞാൽ നല്ലപോലെ നോക്കിയാ പറയുന്നതേ. നല്ലൊരു സൂക്ഷ്മ വായന വായിക്കുകയാണെങ്കിൽ
അങ്ങനെ ഒരു വായനയുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കൂടെ മുഴുവൻ. അതൊരു ഭയങ്കര വചനം പാലിക്കുന്നത്. ആ ദൈവത്തിന്റെ കൽപ്പനകൾ പഴയ നിയമത്തിൽ മൊത്തം പറയുന്നതേ. അത് പുതിയ നിയമത്തിൽ, പഴയ നിയമം അത് നമുക്കൊരു മോഡല് തന്നേച്ച് പുതിയ നിയമം തന്ന് അതിനെ ആദ്യാവസാനം ചെയ്ത് വെക്കുക, പിന്നെ അവസരമില്ലാതെ. ഭാരപ്പെട്ട കാര്യമൊന്നുമല്ല, പക്ഷെ ഇത് ഏറ്റവും ഈസി, ഏറ്റവും സമാധാനമാണ് നമുക്ക്. ഈശോ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ ഭാരം, എൻ്റെ മുഖം എളുപ്പമുള്ളതും ഭാരം ലഘുവാണ്, ഭാരം ലഘുവാണ് ഈശോ. ശരിക്കും ഭാരം കുറഞ്ഞാണോ ഈശോയുടെ? അതെ. ഇപ്പൊ നമ്മൾ ഒരാളെ വെറുക്കുവാണെങ്കിൽ ഓർത്ത് നോക്കിയാൽ, ഒരാളോട് ഈശോ പറഞ്ഞ ഈശോ സ്നേഹിക്കാനാ പറഞ്ഞു, വെറുക്കരുന്ന് യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ വെറുക്കുമ്പോൾ അനുഭവം ഉണ്ടായിട്ട് കാണും. വെറുക്കുമ്പോൾ നമ്മൾ എല്ലാ ഭാരവും നമുക്ക് വരുന്നു. അയാളെ നമ്മൾ എപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ. അയാളെ മാത്രമല്ല, നരകത്തെ തന്നെ ചുമന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒരാളെ വെറുക്കാൻ തുടങ്ങുമ്പോൾ. ഒരാളെ വെറുത്താൽ നല്ലൊരു ശ്രദ്ധിച്ച് നോക്കി അടുത്ത ആളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരാളെ, എന്റെ അനുഭവം അതാ, ഒരാളോട് വെറുപ്പ അല്ലെങ്കിൽ ഒരു നല്ല ഇതല്ലെങ്കിൽ അടുത്ത ആളോട് ഇടപെടുന്നിടത്ത് എല്ലാം അതിന്റെ ഒരു നിഴല് വന്നുകൊണ്ടിരിക്കുക. എന്തോ ഒരു നമ്മുടെ ആ ഫ്രീഡം നഷ്ടപ്പെടുത്തിയിട്ടേ. എല്ലാവരും സ്നേഹിച്ചാലേ എപ്പോഴും നമുക്ക് സ്നേഹിച്ചോണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെ നല്ലൊരു നോക്കിക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ എന്തോ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നമ്മൾ പിന്നെ ഒരു അഭിനയം കിടക്കുവാണ്, ആ ഒറിജിനൽ ഒരു ഇത് വരുന്നില്ല. അപ്പൊ അന്നേരം അത് എത്ര എളുപ്പം നോക്കി ഈശോ പറഞ്ഞ പോലെ അങ്ങ് അവനോടങ്ങ് ക്ഷമിച്ചേക്കുക. അവന് ആ ഭാരം അന്നേരം കുറയുവോ. അവനെ ചുമക്കുന്ന അവസ്ഥ നമുക്ക് അന്നേരം നഷ്ടപ്പെടാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഈശോ ലൈറ്റാ. പിന്നെ നമ്മളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന പാടാന്നു. ഇപ്പോഴാണേലും ചിന്തിക്കുന്നത്, ആദ്യമേ ചിന്തിക്കുന്നത് ഈ പറയുന്നത് ജീവിക്കാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഏറ്റവും എളുപ്പം നമ്മുടെ സ്വാഭാവികത. അത് നമ്മുടെ ജീവിതത്തിന് ദൈവം ഇട്ടിരിക്കുന്ന സ്വാഭാവികതയാണ് ഈശോയുടെ സുവിശേഷം അനുസരിച്ചുള്ള ജീവിതം. അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതും അതിലേക്കാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നതും അതിലേക്ക് ദൈവത്തിന് മുഴുവൻ സപ്പോർട്ടും കൃപകളും സന്നിഹിതമാക്കിയിരിക്കുന്നതും അതിനാണ്. സ്വർഗത്തിന്റെയും ശുദ്ധീകരണ സ്ഥലത്തിലെയും മാലാഖമാരുടെയും ഇപ്പോൾ സമരസഭയിലെയും എല്ലാ സന്മനസ്സുള്ളവരുടെയും പ്രപഞ്ചത്തിന് മുഴുവനും സപ്പോർട്ടും അല്ലേ ഉള്ളത്. അത് ഇത്രയുണ്ട്. ബാക്കി തിന്മയിലേക്ക് പോയ പിശാചിന്റെ മാത്രം സപ്പോർട്ടും ഉള്ളൂ. ബേസിക്കായിട്ട് നമ്മളെ ഇപ്പം ചെറിയ പറഞ്ഞ പോലെ നമ്മളൊരു സാധനം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് അത് നമ്മളെ ശരിക്കും പറ്റിക്കുന്ന അതൊരു കെണിയാ. ഏറ്റവും ഉറപ്പുള്ള ഒരു ജീവിതം ഇതല്ലേ ഉള്ളൂ. സുവിശേഷ ഈശോയുടെ അനുസരിച്ചുള്ള ഉറപ്പെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല. ബാക്കി എന്നാ ഗ്ലാമറിലേക്ക് വന്നാലും എന്നാ അധികാരത്തിലേക്ക് വന്നാലും എന്നാ ഉറപ്പിരിക്കുന്നു. പക്ഷെ ഇത് മാത്രം ഉറപ്പുണ്ട്. ഇത് നമ്മളെ നിത്യതയെ ആത്മാവിനെ സംബന്ധിച്ച് ഈ ഉറപ്പ് ഇതിന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ബുദ്ധിക്കും എല്ലാം കൂടെ കിടന്ന് മിക്സർ ചെയ്ത് കിടക്കുന്നുണ്ടേ പ്രശ്നം വരുന്നതേ. അതിനെ അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പിന്നെ ഇതെല്ലാം പോകും. പിന്നെ ആദ്യ സ്റ്റേജിലൊക്കെ ഇച്ചിരി സ്ട്രഗിളൊക്കെ വരുള്ളൂ. പിന്നെ അമർത്ത പുണ്യത്തിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ പിശാചുക്കൾ പോലും പരീക്ഷിക്കാൻ വരികയായിരുന്നു ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേനും. കാരണം നമ്മൾ വചനത്തിനനുസരിച്ച് ജീവിക്കും. ഇവനെ പിടികൂടിയ വചനത്തിൽ നിന്ന് ഇവൻ വ്യതിചലിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായ അവർക്ക് ബുദ്ധിയുണ്ടല്ലോ പിന്നെ പരീക്ഷിക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇപ്പോൾ ഓരോ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ സംസാരിക്കാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഇപ്പം നമ്മളപ്പോൾ അവരുമായിട്ട് ഭയങ്കര അകന്ന് പോകുമ്പോൾ അപ്പം
അപ്പൊ ഇങ്ങനെ ഒരു തോന്നൽ തോന്നുന്നു നമ്മള് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പം സംസാരിക്കാൻ നമുക്ക് ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിട്ടുന്നത് ഇപ്പം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മള്. അപ്പൊ നമ്മള് സംസാരിക്കുമ്പം എങ്ങനെയാ സംസാരിക്കുന്നത്? അത് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കും. അതെ, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നല്ലപോലെ ആയി കഴിഞ്ഞാല് ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി ഈശോ പറഞ്ഞതുപോലെ യേസു നോയോ പറയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിലില്ലേ, ഇവരിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷണം ഈശോ തന്നോളും. ഇവരെ കേൾക്കാതിരിക്കാനോ അല്ലെ ഇവർ വന്ന ഇവര് തന്നെ ഇവരിപ്പം പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ചില നല്ലപോലെ ജീവിക്കുന്ന ആൾക്കാർ വരുമ്പോഴത്തേനുവേ അവർ മോശപ്പെട്ട സംസാരത്തിലാണെങ്കിൽ അവർ സംസാരം നിർത്തിയിട്ട് അവര് ആ വിഷയം മാറ്റും. അങ്ങനെ അപ്പൊ നമ്മൾ മനസ്സ് വെക്കുക, നമുക്ക് മോശപ്പെട്ടതൊന്നും അതാ യേശയ്യ പ്രവചനങ്ങളിൽ പറയുന്നില്ല, ഇങ്ങനെ ഇത് രക്തം ചിന്തലിനൊക്കെ ചെവി കുത്തുകയും അങ്ങനെ കാണാതിരിക്കാൻ കണ്ണ് അടയ്ക്കുകയൊക്കെ ചെയ്യുന്നവരെ വിളിച്ചു കൂട്ടാനും പറഞ്ഞോണ്ടാ പറയുന്നത്. അങ്ങനെ 3 സെന്റൻസ് ഉണ്ടല്ലോ, അവനെ ഓർക്കുന്നുണ്ടോ? 3 അങ്ങനെ 3 കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ മോശപ്പെട്ടത് കേൾക്കാതിരിക്കാൻ കാത് അടയ്ക്കുകയും അങ്ങനെ രക്തം ചിന്തലൊക്കെ കാണാതിരിക്കാനേ കണ്ണ് അടയ്ക്കുകയും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ വചനമുണ്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മളെ ദൈവം നോക്കുമല്ലേ. നമ്മളിപ്പോ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കൂട്ടത്തിൽ ദൈവമുണ്ട്, നമ്മുടെ അടുത്ത് ദൈവമുണ്ട്. ദൈവത്തിന്റെ കണ്ണുകൾക്ക് 10,000 സൂര്യപ്രകാശത്തെക്കാളും ശക്തിയുള്ള ദൈവത്തിന്റെ കണ്ണിന്റെ വെട്ടത്തിലാണ് നമ്മൾ എപ്പോഴും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെയാ വചനം അത്. അപ്പൊ ആ കണ്ണുകളുടെ വെട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ തിന്മയിലേക്ക് അല്ല ചായ്വ്, നന്മ കേൾക്കാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നമ്മുടെ ദൈവം സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവരെ കൊണ്ട് ഒന്നെങ്കിൽ മിണ്ടിക്കത്തില്ല, അല്ലെങ്കിൽ അവരെ ദൈവം മാറ്റി വിട്ടോളും. അത് വിശുദ്ധരുടെ എല്ലാം എടുത്തു നോക്കി അവർക്ക് ഭയങ്കരമായിട്ട് സംരക്ഷണം, അല്ലെങ്കിൽ മര്യാദയെ പോലെ ഈ മരിക്കാനുള്ള ധൈര്യവും കിട്ടിക്കോളും പാവത്തേക്കാളെ. അപ്പൊ നമുക്കത് ഈശോ പറഞ്ഞാണല്ലോ നമ്മൾ കേൾക്കേണ്ടത്. അപ്പൊ നമ്മൾ അതില് അവരോടുള്ള ഈശോയോടുള്ള കൂട്ടല്ലേ നമ്മൾ നിലനിർത്തേണ്ടത്. അപ്പൊ അവരോടുള്ള കൂട്ട് രണ്ടാമതും മൂന്നാമതും ഒന്നും വരുന്നില്ല. അതിന്റെ പേരിൽ നമുക്ക് വലിയ മൂല്യങ്ങളെ തകർക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ നിലനിർത്തണം. അത് അതാ ധൈര്യം. സുവിശേഷത്തിന്റെ ഒരു ഹീറോയിക് നിലപാട് അതാണ്. അതിന് നമ്മൾ നിലനിൽക്കണം. അത് കേൾക്കാൻ ആഗ്രഹിക്കേണ്ട. ഇനി അവരുടെ കൂട്ട് നഷ്ടപ്പെട്ടാലും നമുക്ക് ഈ പറയുന്ന പേടിക്കാനൊന്നുമില്ല. ഈശോ ഡിപെൻഡ് ചെയ്തോളും നമ്മളെ. ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി ഈശോ അത് ഉറപ്പ് നൽകിയിരിക്കുന്നില്ല. എന്നെ ഏറ്റു പറയുന്നവനെ പിതാവിന്റെ മാലാഖയുടെ മുമ്പിൽ ഞാൻ ഏറ്റു പറയുന്നു. നമ്മളിവിടെ ചെയ്യുന്ന അത് ഈ കുഞ്ഞു കാര്യങ്ങൾ പോലും അതെ, ഈശോയെ പ്രതി നമ്മളൊരു ശരിയല്ലാത്ത ഒരവസ്ഥയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴെല്ലാം ഈശോ നമ്മളെ ഏറ്റു പറയുന്നുണ്ട്. അവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടിക്കോളും. നമ്മൾ ഉദ്ദേശിക്കാത്ത കൂട്ടുകാർ നമുക്ക് വരും, അല്ലെ അവർ തന്നെ മാനസാന്തരപ്പെട്ടോളും. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അന്നേരം ഇത് പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്കും ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ കാണുകയും ഈ ഇങ്ങനത്തെ കേൾക്കാനോ അല്ലെ കാണാനോ അല്ലെ അങ്ങനെയുള്ള ഒരു നമ്മൾ പലപ്പോഴും അങ്ങനെയാ നമ്മുടെ ഒരവസ്ഥയെന്ന് പറയുന്നത്. നമ്മളിന്നാൾ ഉദാഹരണമൊക്കെ പറയുന്ന പോലെ തിന്നുന്നിടത്ത് നിന്നിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, വീഴ്ത്തരുതെന്നേ, എന്നെ വീഴാതെ കാത്തോണമെന്നേ. നമ്മൾ തന്നെ ഈ തിന്നുന്നിടത്തോട്ട് പോകുന്നേ. അവിടെ ചെന്നിട്ട് നമ്മൾ പറയും വീഴാതെ കാത്തോണമെന്നേ. അപ്പൊ നമ്മൾ തിന്നുന്നിടത്തോട്ട് പോകാതിരിക്കുക, തിന്നുന്നിടം ആഗ്രഹിക്കാതിരിക്കുക. അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മനസാക്ഷിയില്ല ഇത് നടക്കേണ്ടത്. അല്ലാതെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ പോലും നമ്മളോട് തന്നെ അഭിനയം നടത്തും. നമ്മളായിട്ട് ഒരു ഗൗരവത്തിൽ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പാവത്തിലേക്ക് പോകുന്നില്ല. ഇനി ബൈപ്പാസ് ഇങ്ങനെ പാസീവായിട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നൊരു അറിയാതെ നമ്മളൊരു ഉള്ളിൽ അയവിടും. അത് വരും അന്നേരം. അങ്ങനെയുണ്ട് നമ്മളിൽ ഒത്തിരി. അങ്ങനെ നമ്മുടെ ആത്മവഞ്ചനയുണ്ട് ഒത്തിരി. അപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് ഇതിനൊന്നും ഞാൻ ഇത് ചെയ്യുന്നില്ല. എന്നാൽ പാസീവായിട്ട് വന്നാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് തിന്മയാണ് നമ്മളിൽ നടക്കുന്നത്. തിന്മ ആക്റ്റീവാണ് നമ്മളിൽ. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ പാസീവാണ്. അതിന്റെ വളഞ്ഞ വഴികളാതെ. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയതിന്റെ 7 ഇരട്ടി ഉത്സാഹത്തോടെ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരാൻ പറയുന്നില്ലേ? വചനം ഉണ്ടാകും. 10 ഇരട്ടിയാണോ വചനം? ഏത് പ്രവാചകൻ? 10 അല്ലേ? തിരിച്ചു വന്ന
അത് ചെയ്താൽ മതി. അത്രയ്ക്ക് തീഷ്ണത ഉണ്ടാകും. അങ്ങനെ അതിന് ഭയങ്കര അത് നമ്മുടെ തീഷ്ണതയൊക്കെ ദൈവം തരുന്നല്ലേ, നമ്മളിൽ ഉണ്ടായിക്കോളും ഒന്നാരവേ. നമ്മുടെ ഭാഗത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു അധ്വാനം മതി. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും നമുക്ക് വേണ്ടി അധ്വാനിക്കുകയൊക്കെ ചെയ്തോളും. പക്ഷെ നമ്മുടെ ആ സ്വതന്ത്ര മനസ്സ് അത് അതിന്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് ദൈവത്തിന് വിട്ടു കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ മാത്രമാണ് പ്രശ്നം. ഒരു സിംഗിൾ മൈൻഡഡ് അവസ്ഥയുണ്ട്. അത് വചനം വായിച്ചാലും ഉണ്ട്, നമുക്ക് നല്ലപോലെ നോക്കിയാലും അറിയാതെ. നമുക്ക് എപ്പോഴാണ് വ്യതിചലനം വരുന്നത് നമ്മൾ നോക്കി അന്നേരം മനസ്സിലാവും. അതായത് നമുക്ക് സിംഗിൾ മൈൻഡഡ് ആണ്, നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനത്തോടും ഇഷ്ടത്തോടും ചേർന്നായിരിക്കും നമ്മുടെ എപ്പോഴും എല്ലാ ചിന്തയും പ്രവൃത്തിയും എല്ലാവയും. പക്ഷെ എപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറും അന്നേരം രണ്ട് മൈൻഡ് നമ്മളിലേക്ക് വരുന്ന പോലെ നമുക്ക് മനസ്സിലാവും. അതും വേണം ഇതും വേണം എന്നുള്ള ഒരു അവസ്ഥ നല്ലോണം നോക്കി അങ്ങനെ വരും. അന്നേരം പിന്നെ നമ്മൾ പതുക്കെ പാസീവ് ആകാൻ തുടങ്ങും. പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദൈവകാര്യത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറിപ്പോകും. പിന്നെ കാരണം ഒരുമിച്ച് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഡബിൾ മൈൻഡഡ് എന്ന അവസ്ഥ പിന്നെ ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് പിന്നെ അഭിനയം മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബന്ധുക്കാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ മുമ്പിലെ അവര് കാണുന്നത് കൊണ്ടും പിന്നെ നമുക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ അഭിനയത്തിലേക്ക് മാറും. പിന്നെ അങ്ങനെ നല്ലത് നോക്കി അങ്ങനെയാണ് നമ്മൾ പിന്നെ സിംഗിൾ മൈൻഡഡ് ആകുമ്പോൾ ദൈവത്തിലേക്ക് വന്ന് നല്ല മാനസാന്തരത്തിലേക്ക് വന്ന് ഒരു സിംഗിൾ മൈൻഡഡ് ആണ്. പിന്നെ ദൈവത്തിന്റെ കാര്യം അത് വചനം അനുസരിച്ചും സഭ പറയുന്നത് പോലെ നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു വെളിച്ചവും കൃപയിലും ആവും. നമ്മൾ എപ്പോൾ അത് മാറുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാൽ മതി. അത് മാറുമ്പോൾ പ്രശ്നമാകും. അത് പെട്ടെന്ന് റേഞ്ച് മാറുന്ന പോലെ മാറുകയും ചെയ്യും ശ്രദ്ധയില്ലെങ്കിൽ. കാറ്റീസും കൂടെ ഒക്കെ ഒന്ന് എടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാറ്റീസും എടുത്തേ പതുക്കെ വചനത്തിലാദ്യം ഒന്ന് നിലനിന്നിട്ട് പതുക്കെ കാറ്റീസും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണേ. ഓരോന്നും ബൈപ്പാസ് ചെയ്യാതെ നമ്മൾ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ടേ പോകാവുള്ളൂ. അത് അതുപോലെ കാച്ചിക്കുറുക്കി 2000 വർഷത്തെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും രക്ഷാകരമായിട്ടുള്ളത് എടുത്തിട്ടേ നമുക്ക് അതുപോലെ ഇത്രയും കാലത്തെ വിശുദ്ധരും വേദപാരംഗതരും അങ്ങനെയുള്ള ബുദ്ധിക്ക് വെളിച്ചം കിട്ടിയ മനുഷ്യരും എല്ലാം ധ്യാനിച്ച് അതിൽ നിന്ന് കാച്ചിക്കുറുക്കിയെടുത്തേ ഭയങ്കര സത്ത് എന്ന് പറഞ്ഞാൽ മജ്ജ മേധസ് എന്ന് പറയാം. അതുപോലത്തെ ഒരു വിരുന്ന് അതിനകത്ത് വെച്ചിരിക്കുന്നു. പക്ഷെ അതിനെ നമ്മൾ ലൈറ്റായിട്ട് എടുക്കരുത്. എടുത്താൽ മനസ്സിലാകത്തില്ല. അതിനകത്ത് ഓരോന്നും മനസ്സിലാകുന്നിടം വരെ നിലനിൽക്കണം അതിനകത്തൊന്നും. അങ്ങനെ ചുമ്മാ വായിച്ചു പോകത്തുള്ളൂ. അത് നമ്മുടെ ഈ ആന്തരിക ചോദ്യത്തിനെല്ലാം ഉത്തരവാണ് അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു വ്യാഖ്യാനം പിന്നെ വേണ്ട. കാരണം വ്യാഖ്യാനിച്ച് അത് വെച്ചിരിക്കുന്നതേ. അപ്പൊ അത് വായിച്ചു പോകുന്നതിന് നമുക്ക് ഭയങ്കര സത്യത്തിന്റെ പ്രകാശം കിട്ടാൻ തുടങ്ങും. ഇപ്പൊ ആദ്യം ഇച്ചിരി മടുപ്പും മടിയൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര വെളിച്ചം കിട്ടാൻ തുടങ്ങും. നമുക്ക് ഈ അന്ധകാരം മാറുന്നത് നമുക്ക് അന്നേരം മനസ്സിലാവും. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കുഞ്ഞൊരു വെട്ടയെ നമുക്കുള്ളാകെ
ആ വെട്ടം നമ്മൾ എന്താണെന്ന് അന്നേരമാണ് നമ്മൾ മനസ്സിലാകുന്നത്. ദൈവം ഇത്രയും ഒരു മനുഷ്യനെ കുറിച്ച് ഇതെല്ലാം മൊത്തമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ അതിനകത്ത് അഡ്രസ് ചെയ്തിരിക്കുന്ന വാസ്തവം പറഞ്ഞാലേ അല്ല കാറ്റീസിനകത്തൊക്കെ അഡ്രസ് ചെയ്തിരിക്കുന്നത് എല്ലാ മനുഷ്യരോടും ഇതിനോടും ആണെങ്കിലും ഒരു മനുഷ്യനല്ലേ അഡ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഓരോ മനുഷ്യനും അല്ലേ. അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ അത്, എല്ലാവർക്കും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവം എല്ലാരെയും സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നതല്ല, ദൈവം ഓരോരുത്തരെയും സ്നേഹിച്ച് അങ്ങനെ എല്ലാവരും സ്നേഹിച്ചതാ. വ്യത്യാസം ഉണ്ട് അതിനകത്ത്. എല്ലാവരും സ്നേഹിച്ച ഒരു കോമൺ ഇതിനകത്തുനിന്ന് നമ്മൾ സ്നേഹിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലല്ല. ഓരോരുത്തരെയും സ്നേഹിച്ചത് കൊണ്ട് ഓരോരുത്തരും അങ്ങനെ എല്ലാവരും സ്നേഹിക്കപ്പെടുന്നതാ. അല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന എന്നുള്ള ഒരു കോമൺ ഇതിൽ നിന്ന് അങ്ങനെ അതിൽപ്പെട്ട ഞാനും അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന നല്ലത്. നമ്മൾ ഓരോരുത്തരെയും സ്നേഹിച്ചാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ മനുഷ്യനെ നമുക്ക് പിടികിട്ടും. നമ്മൾ എത്ര വലുതാണെന്ന് നമുക്ക് അന്നേരം മനസ്സിലാകും. ദൈവത്തേറെ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് പല കാര്യസൊക്കെ പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്കുള്ള വെളിച്ചങ്ങളും അല്ലേ ഇതിനകത്തല്ലോ. അത് വലിയ ഒത്തിരി കൂടുതലല്ല. അന്നേരം നമുക്ക് മാതാവിനെ പിടികിട്ടാൻ തുടങ്ങും. മാതാവ് ഇപ്പം നമ്മൾ കേട്ടതിനേക്കാളൊക്കെ എന്തേരം വലിയ അവസ്ഥയിലാണ് മാതാവിന്റെ സ്ഥിതി എന്നറിയോ. അത് കാറ്റീസിലോ മാതാവിനെ കുറിച്ച് മാത്രം പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ എഴുതണം. ഒരു ബുക്കൊക്കെ എടുത്തിട്ട് ഒരു പേജ് മാതാവിന്റെ ഒരു ഇതിട്ടിട്ടേ മാതാവിനെ കുറിച്ച് ഈ ആദ്യം തൊട്ട് അവസാനം വരെ കാറ്റീസിനകത്ത് പറയുന്നത് മുഴുവൻ അങ്ങനെ എഴുതിയെടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ആത്മരക്ഷയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ എങ്ങനെയായിരിക്കണം, അതെല്ലാം ഓരോന്നും ഇങ്ങനെ നമ്മുടെ പാവം എങ്ങനെ ഉണ്ടായി, വിശ്വാസിനെ എന്തുകൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അങ്ങനെ ഇത്രയല്ല കേട്ടോ, ഒരു ആയിരക്കണക്കിന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഡിമ്മായിട്ട് കിടക്കുന്നതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയില്ലാത്തതും ഉത്തരവ് അതിനകത്തുണ്ട്. അപ്പൊ അന്നേരത്തിന് നമുക്ക് മനസ്സിലാകുന്ന ദൈവം ഇതെല്ലാം ആണല്ലോ എന്നേ ഭയങ്കര വെളിച്ചം കിട്ടും. അന്നേരം ഇത് രണ്ടും കൂടെ എടുത്താൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകാം, സീരിയസ് ആയിട്ട് എടുക്കണം. അത് തന്നെ നമ്മുടെ ഒരു മാനസാന്തരമാതെ അത് വേണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ മെല്ലപ്പോക്ക് നയത്തിലേ നമ്മളങ്ങ് പോവുള്ളൂ. ഇത് ഒത്തിരി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് ഈ പറയുന്ന സമയമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഇത് നമുക്ക് ഈ ഭൂമിയിലെ ദൈവം തന്ന ഈ മഹാവളർച്ചയെ നമ്മൾ പ്രാപിക്കണ്ടേ. വചനത്തിലെ നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റത്തുള്ളല്ലോ. എല്ലാവരും ഇങ്ങനെ പോകുക എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരോടും നമുക്കത് എല്ലാവരും കൂടെ പോയി നരകത്തിൽ അങ്ങ് വീണാൽ ഞാനും എല്ലാവരും നരകത്തിലാണല്ലോ എന്ന് ഓർത്തേ, അതൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു സജഷനാണ്, അത് കോമൺ സജഷനാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ വിധം മാറുന്ന കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും അതിനൊരു ഉദാഹരണമായിട്ട് എല്ലാവർക്കും ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാൻസറിന്റെ വേദന കുറയുമോ? ശക്കലം കുറയുമായിരിക്കും ഒരു ഡി. അതുകൊണ്ട് വല്ല കാര്യമുണ്ട്, നമ്മൾ സഹിക്കണ്ടേ. ഇപ്പൊ എല്ലാവരും അങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റത്തില്ലേ. വചനം അങ്ങനെ നമ്മളെ ഒരു ചുമ്മാ ഒരു പോക്കിനെ നമ്മളെ ഒരിക്കലും ഒരിടത്തും സുവിശേഷത്തിലും ഇല്ല ലേഖനത്തിലും ഇല്ല നമ്മളെ ഒരു ചുമ്മാ പോക്കിനെ ഒരിടത്തും പറയുന്നില്ല. അത് അതന്നെ നമ്മൾ ക്രമപ്പെടുത്തി കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വേണ്ടി ദൈവം ക്രമപ്പെടുത്തിക്കോളും. ബാക്കിയുള്ളതിനെ കുറിച്ച് ദൈവം ചെയ്യാനുള്ളത് നമ്മളിപ്പോഴേ ആകുലപ്പെടേണ്ട കാര്യമില്ലല്ലോ. ദൈവം ചെയ്യാനുള്ള ദൈവം ചെയ്തോളുവേ. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാനുള്ളതെന്നാണ് നമ്മൾ നോക്കി, അത് നമ്മുടെ സ്വന്തം മനസ്സിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ ചെയ്യണ്ടേ. ബാക്കിയെല്ലാം ഈശോ കൂട്ടിച്ചേർത്തോളും. ദൈവരാജ്യം അവിടുത്തെ നീതി അന്വേഷിച്ച ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞ പോലെ ബാക്കിയെല്ലാം ദൈവം കൂട്ടിച്ചേർക്കും. അതായത് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പോലും കാര്യമില്ല. അങ്ങനെ പ്രാർത്ഥിക്കാതെ തന്നെ തരുന്നതാണ് ഒത്തിരി കാര്യങ്ങളും. അധികാവകാശം ഒന്നും കാണിക്കാതെ ശാന്തമായിട്ട് സ്റ്റെപ്പ് വെച്ച് നമുക്ക് പോയാൽ മതി. അങ്ങനെ എടുത്ത് സീരിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഞാനിപ്പോൾ ഏതാണ്ട് സൂചനകളല്ലേ പറയുന്നുള്ളേ. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ ആന്തരിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. അതിനെല്ലാം ദൈവികമായിട്ട് സമീപിച്ച് ഫേസ് ചെയ്ത് വചനം എടുത്ത് അങ്ങനെ ജീവിച്ച്
നല്ലപോലെ അങ്ങ് നമ്മുടെ ദിവസത്തെ മുഴുവൻ ഫലപ്രദമാക്കി അങ്ങ് പോകും ഓരോ ദിവസമേ. വെറുതെ അങ്ങ് ഭാരപ്പെട്ട് ഫില്ല് ചെയ്യേണ്ട വന്നു, ജീവിച്ചങ്ങ് പോകാനോ ഉള്ളത് സ്വാഭാവികതയില്ലേ. ഓരോ ദിവസം പോലും നമ്മൾ ഇപ്പം ബൈബിള് തന്നെ ഓരോ അധ്യായം വെച്ച് വായിച്ചു വന്നതിന് എത്ര പെട്ടെന്ന് നമ്മൾ ബൈബിൾ ഇങ്ങ് വായിച്ചു വരുമെന്നറിയോ. ഒരു ദിവസം 3 ദിവസം വായിക്കാതിരുന്ന എന്തായാലും കൂടുതലാകുമെന്നറിയോ വായിക്കാനേ. അതാ അതിന്റെ ഒരു ഇത്. പക്ഷെ ഓരോ ദിവസം ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ദിവസം ഒരു പേജ് ഇത് എഴുതുവാണേലേ, നമുക്ക് നല്ലപോലെ ഒരു പേജ് എഴുതുവാണെങ്കിൽ ഉദാഹരണം അത്ര പോലും വേണ്ട, ഒരു വർഷം ആകുമ്പോഴത്തേനും 60 ദിവസം പോയെന്ന് കൂട്ടിക്കോ, 66 ദിവസം 300 പേജുള്ള ഒരു പുസ്തകം നമ്മൾ എഴുതും. ഒരു ദിവസം ഒരു പേജ് എഴുതിയാൽ മതി. ഒരു പുസ്തകത്തിന്റെ ഒരു കുഞ്ഞു പേജ് എഴുതിയാല് അത്രേ എഴുതും. ഇനി അത് അര പേജ് ആണെങ്കിൽ പോലും എന്തായാലും എഴുതും. ഒരു കുഞ്ഞു പാരഗ്രാഫ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു വർഷം കൊണ്ട് ഒരു 100 പേജുള്ള പുസ്തകം എഴുതിയല്ലേ. ഓർത്ത് നോക്കി. അത്രേ ഉണ്ട് നിരന്തരം ചെയ്തു പോകുന്നതിന് വലിയ കൃപയെ. ഓരോ ദിവസവും ഒരു വർഷം കഴിയുമ്പോഴത്തേനും അത്രയാണ്. ജീവിതത്തിൽ നല്ല ഉത്സാഹമായിട്ട് തന്നെ നമ്മുടെ നമ്മളിലെല്ലാം കിടക്കുന്ന ഈ അലസതയെ ഇങ്ങനെ ഇതെല്ലാം കിടക്കുവാണ്. നമ്മുടെ ജീവിതം അങ്ങനെ ഒരു വൈബ്രേഷൻ ഇല്ലാതെ അങ്ങ് മങ്ങി അങ്ങനെ തല്ലിക്കൂട്ടി അങ്ങ് പോവുക. ദൈവിക ജീവൻ നമുക്ക് കിട്ടുന്നില്ല. ദൈവിക ജീവനില്ലാതെ ഒരു മനുഷ്യ ജീവനില്ലായിട്ടൊക്കെ പോവുകയാണ്. ഈശ്വരന് നമുക്കുള്ളൊരു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈശോയുടെ തന്നെ സന്തോഷം തരും നമ്മളോട് പറഞ്ഞിരിക്കുന്നേ. അന്നേരം ദുഷ്ടാരൂപി വന്ന് നമ്മുടെ ഈ ജീവിതം തന്നെ വല്ലാതെ ഇതായി പോകും, നമ്മളെ ഘടിപ്പിക്കുന്നതേ. ഈ വനാന്റെ സുവിശേഷത്തിൽ അങ്ങനെ ഈശോ പറഞ്ഞ് 3 പ്രാവശ്യം പറയുന്നുണ്ട്, എന്റെ സന്തോഷം നിങ്ങൾ പൂർത്തിയാവുന്നേ. ഈശോയുടെ സന്തോഷമായ ദൈവിക സന്തോഷം നമുക്കിപ്പോ ഈശോയെ നമ്മൾ ആ വലിയ ഹൈറ്റി കാണാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ സന്തോഷമാണ് എന്ന് പറയുന്നത് അതൊന്നും ഊഹിക്കാൻ ഇപ്പം പറ്റത്തില്ല. ആ സന്തോഷം നമ്മൾ പൂർത്തിയാവുമെന്നാ പറഞ്ഞു കാര്യങ്ങൾ പാലിച്ചാൽ. അത്രയോ നമുക്ക് തന്നെ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്നല്ലേ പറഞ്ഞു. ഈശോയുടെ സമാധാനം ഒന്ന് ഓർത്ത് നോക്കി. ദൈവിക സമാധാനം എന്റെ സന്തോഷം, എന്റെ സമാധാനം, അങ്ങനെ ഓരോന്നും ഈശോയുടെ പറഞ്ഞിരിക്കുന്നത്. ഈശോയുടെ ഹൈറ്റ് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അത് നമുക്ക് ആ ഒരു കുഞ്ഞ് ഇതിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അതുമില്ല അവന്റെ മരണത്തിന് ശേഷം കിട്ടുന്ന കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലായിരിക്കും തന്നെ വിശുദ്ധർക്കൊക്കെ ആ ഒരു സന്തോഷ സമാധാനവും അത് കിട്ടും. നമ്മുടെ ഉള്ളിലാകുവേ ഈ വചനത്തിന്റെ ഈശോയുടെ സത്യത്തിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഭയങ്കര ദൈവിക പ്രത്യാശകളാവും. പിന്നെ നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിലെ കുഞ്ഞ് റേഞ്ചിൽ കിടന്ന് നമ്മളെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് നമ്മുടെ ഊർജ്ജം മുഴുവൻ പോകുന്നത്. ഇതിലേക്ക് വചനത്തിന്റെ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ഇതിലേക്ക് അങ്ങ് പോവില്ലേ. പിന്നെ ഭൂമിയും നമ്മൾ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊക്കെ നിസ്സാരമാവുമോ പിന്നെ എല്ലാവരും. എന്നാലും പിന്നെ നമ്മൾ ഈശോയോട് ചേർന്ന് ഈശോയുടെ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പിന്നെ അങ്ങ് കയറുക. ഏറ്റവും ഉറപ്പുള്ളതിലേക്ക് നമ്മൾ പിന്നെ പ്രവേശിക്കുക. അതിന് മേലെ വേറെ ഒരു ഉറപ്പുമില്ല. സുവിശേഷത്തിൽ പ്രവേശിച്ച ആ ജീവിതം അങ്ങ് തുടങ്ങുമ്പോഴേ വേറെ ഒരു ഉറപ്പുമില്ല, വേറെ ഒന്നിനും ഉറപ്പില്ല എന്നുള്ളതാണ്. നമ്മുടെ ഓരോ സ്റ്റെപ്പും ഫലം പുറപ്പെടുവിക്കുന്ന സ്റ്റെപ്പാണ്. ഓരോ വിശുദ്ധർക്ക് പുണ്യങ്ങൾ സമ്പാദിക്കുന്നതാണല്ലോ. എന്തൊക്കെ പുണ്യങ്ങൾ ഈ എളിമ അത് നമ്മൾ ആദ്യ സ്റ്റേജിൽ അങ്ങ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ പറയുന്നതായിരിക്കുവേ. കൊച്ചേസൊക്കെ ഈശോയെ തന്നെ എന്റെ പുണ്യം എന്ന് വിളിച്ചതേ. യു ആർ മൈ വെർച്യു. വേറെ വാക്കുണ്ടോ? അന്നാണ് എന്റെ പുണ്യം എന്നാ. ശരിക്കും നമ്മൾ കാറ്റീസൊക്കെ നല്ലപോലെ വായിക്കുകയാണെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈശോയിൽ നമ്മൾ
പ്രവേശിച്ചാൽ, ഈശോയോട് കൂടി അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈശോ ജീവിച്ചതെല്ലാം കാര്യത്തിൽ ഒരു സെന്റൻസ് ഇതാ കേട്ടോ, അത് നല്ലപോലെ ഈശോ ചെയ്തെല്ലാം നമ്മൾ ചെയ്യപ്പെടുക ഈശോ വഴി തന്നെ. അങ്ങനെ ആയി കഴിയുമ്പോൾ, ഈശോയിലായി കഴിയുമ്പോഴേ ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് നമ്മളിൽ അത് ചെയ്യപ്പെടും. പിന്നെ സഭ വഴിയേ, സഭയിലും നമ്മളിലും അത് ചെയ്യുക. അത് നല്ലൊരു സെന്റൻസ് ഉണ്ട്. അത് വായിച്ചാൽ നമുക്ക് എന്നാ ഇത് ചെയ്യുമെന്നറിയോ? ഈശോ നമുക്ക് വേണ്ടി ചെയ്തത്, രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതെല്ലാം നമ്മളിൽ ഈശോയിലായി കഴിയുമ്പോൾ നമ്മളിലും മുഴുവൻ സഭയിലും അത് ചെയ്യപ്പെടുകയെന്നേ. സഭ ഇല്ലേ, ഈശോയുടെ ഭൗതിക ശരീരത്തിലൂടെ അതെല്ലാം ചെയ്യപ്പെടുക. അപ്പൊ നമ്മൾ ഈശോയിലായിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് സഭയിൽ സജീവ അവയവമാവുക എന്നുള്ളതാണ്. അതേ, അപ്പൊ അത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ മാസം പറഞ്ഞ് ഇതെല്ലാം പുണ്യങ്ങള് എല്ലാം കൂടെ നമ്മളിലേക്ക് പിന്നെ സ്വയമായിട്ട് വന്നോളും. അങ്ങനെ ദൈവം തന്നെ വരും. ഈശോ അങ്ങനെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും പിതാവും വന്ന് നമ്മളിൽ വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവും ഈശോയും പരിശുദ്ധാത്മാവും ഉണ്ട്. എന്നാലേ അതിന് മുകളിലത്തെ 14 യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം ഒരു 15 വാക്യങ്ങൾ നല്ലപോലെ ധ്യാനിച്ചൊന്ന് വായിച്ചു. അതിനകത്ത് വായിക്കുമ്പോൾ ഈശോ സമം ഇട്ട് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, പിന്നെ സമ പോലെ അത് നമ്മൾ ഭാഷയിലാവുന്നതിന്റെ ഇതാണ് ഒറ്റ ഇതിൽ കിടക്കുന്ന എന്റെ കൽപ്പനകൾ പാലിക്കും. അത് സ്നേഹമാണ്. അന്നേരമാണ് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങളോടുകൂടി എന്നേക്കുമായിരിക്കാൻ ഒരു പാറക്കളയത്തായ പിതാവ് തരുകയും ചെയ്യുന്ന പറയുന്നു. 14. അതിനുശേഷം ശകലം ഈ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സത്യത്തിന്റെ ആത്മാവ്, അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ കുറച്ച് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് പിന്നെയും പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ അവർ പിതാവിനാൽ സ്നേഹിക്കപ്പെടും, ഞാൻ അവനെ സ്നേഹിക്കും. കണ്ടോ, ഈ പിതാവ് അവനെ സ്നേഹിക്കും, ഈശോ നമ്മളെ സ്നേഹിക്കും, പിന്നെ ഈശോയെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഒറ്റ കാര്യത്തില സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പന പാലിക്കും. എന്നിട്ട് അടിയിൽ ഇങ്ങനെ അതിന്റെ റിസൾട്ടാ. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് പിന്നെ ഇച്ചിരിയുടെ കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും. അവിടെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്ന കേട്ടോ. ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു 4 യോഹന്നാൻ സുവിശേഷത്തിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടത് അതിൽ കൂടുതലുണ്ട്. ഒരിടത്ത് പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞേച്ച് അതിന് കാരണം നമ്മൾ അന്നേരം ഓർക്കും പിതാവ് നമ്മളെ സ്നേഹിക്കുന്നെന്ന് അങ്ങനെയാന്നേ. ഇതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്നാ പിന്നെ അതിന്റെ കാരണമായിട്ട് ഈശോ പിന്നെയും പറഞ്ഞിരിക്കുന്നേ. അപ്പൊ അന്നേരം അങ്ങനെ ഈശോയെ നമ്മൾ സ്നേഹിച്ച് വചനം പാലിച്ച് ഈശോയെ സ്നേഹിച്ച് കഴിയുമ്പോൾ പിതാവും ഈശോയും പരിശുദ്ധാത്മാവും നമ്മളിൽ വന്ന് വസിക്കുക. അവരും ഉണ്ടെങ്കിൽ പിന്നെ എല്ലാ വെർച്യൂസും എല്ലാവരും ഉണ്ടല്ലോ. ഈ വചനത്തിന്റെ വചനം നിലനിൽക്കുക, വചനം പാലിക്കുക എന്നുള്ളത് ഭയങ്കര ഓർമ്മമാണ്. യോഹന്നാൻ 15 യോഹന്നാന്റെ 13 അധ്യായം, എല്ലാ അധ്യായവും അതെ, 13 തൊട്ട് 17 വരെ നല്ലപോലെ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള സ്പിരിച്വാലിറ്റി മുഴുവൻ അതിനകത്ത് അതിശക്തമായിട്ട് തിങ്ങി വിങ്ങിയിരിക്കുക ഓരോ വചനത്തിലും. ലോകത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഏറ്റവും എല്ലാവരും പുസ്തകമൊക്കെ സക്സസ് ആണല്ലോ. വലിയ പൊതുവെ ഒരു ലോകം മുഴുവൻ വലിയ സക്സസ് എന്ന് പറഞ്ഞുള്ള പുസ്തകമാണല്ലോ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്നത്, കോടിക്കണക്കിന് കോപ്പികളെ. അപ്പൊ അതിനകത്തെല്ലാം സക്സസ് ആണല്ലോ അവിടുത്തെ വിഷയമേ. സക്സസിനെ കുറിച്ച്, യഥാർത്ഥ സക്സസിനെ കുറിച്ച് പറയാൻ ഒരാൾക്ക് മാത്രമല്ല പറ്റത്തുള്ളൂ. അത് ഈശോ പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം നമ്മൾ അറിയാതെ ബൈപ്പാസ് ചെയ്ത് വായിച്ചു പോകുന്നതാണ്. അതിനകത്ത് എന്നാ ശക്തമെന്ന് അറിയോ, അത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും എൻ്റെ ദൈവമേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളുടെ ശാഖകളുമാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ധാരാളം ഫലം പുറപ്പെടുക. അവനാണ് ധാരാളം ഫലം പുറപ്പെടുക. അതെല്ലാം പ്രിൻസിപ്പിളാണെന്നറിയോ, അത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത. ഈ 15 അധ്യായം മുഴുവൻ അങ്ങനെയാണ്. മുഴുവൻ നമ്മളിപ്പം സാധാരണ വായിക്കാൻ പോകുന്നില്ല. അതിനകത്ത് എന്തെല്ലാം ഇതാണെന്നറിയോ. 10 പ്രാവശ്യം എബൈഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുക അതിനകത്ത്. ഈശോയെ വസിക്കുക എന്നുള്ള വാക്കാതെ 10 പ്രാവശ്യം. യോഹന്നാന്റെ ലേഖനം അതെ കേട്ടോ, 14 പ്രാവശ്യം ഞാൻ കണ്ടു ചെയ്തിട്ട് 14 പ്രാവശ്യയിലും കുഞ്ഞു ലേഖനം ഏതാനും പേജുള്ളെന്ന് ഓർക്കണം. ഇല്ല, അതിനകത്ത് എബൈഡ് എന്നുള്ള വാക്ക് ഞാൻ കണ്ടു. അതിൽ കൂടുതൽ കാണും. ഈശോയെ വസിക്കുക എന്നുള്ള വലിയൊരു എന്തോ 14 പ്രാവശ്യം.
14, 10, 24 പ്രാവശ്യം അങ്ങനെയുണ്ട്. ഇത്രയും 15 അധ്യായത്തിലും ഈ 3 ലേഖനങ്ങളിലും കൂടി. ലേഖനം എന്ന് പറഞ്ഞാൽ ഏതാനും പേജല്ലേ ഉള്ളൂ. പിന്നെ എല്ലാം ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നില് വസിക്കുകയും എന്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യവസ്ഥയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു പിതാവ് മഹത്വപ്പെടുന്നു. അവിടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെയാന്നുള്ളതാ. അതല്ല ഒറ്റ ഇതിലും പറഞ്ഞിരിക്കുന്നേ. എന്നിട്ടാണ് കൽപ്പന തരുന്നത്, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കാൻ. ഒരേറ്റ ഹൈറ്റിലേക്ക് അങ്ങ് കൊണ്ടുപോവാ. അത്രയും വലിയ സ്നേഹത്തിന്റെ, പിതാവായ ദൈവം ഈശോ സ്നേഹിച്ചതുപോലെ തന്നെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നെന്ന് പറയുന്നു. അത് അടുത്തതെല്ലാം അതുപോലെ തന്നെയാണ് പറയുന്നിരിക്കുന്നത്. അത്രയും ആ സമം ഇട്ടാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ കൽപ്പനകളിൽ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അത്രയും സമം ഇട്ട പിതാവിന്റെ സ്നേഹത്തിൽ ഈശോ എങ്ങനെ വസിക്കുന്നോ ആ ഒരു സമത്തിൽ തന്നെയാണ് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ വസിക്കുമെന്ന് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവാനും വേണ്ടിയാണ്. അത്രയും ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ദൈവ സന്തോഷമല്ലേ, വലിയ സത്യസന്തോഷം വരുമല്ലേ. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പിന്നെ അതെ, ഇപ്പൊ നമ്മൾ ഈ ഇവിടെ നിർത്തി നമ്മളും നമ്മുടെ ദുരാശകളും നമ്മുടെ ഈ മനുഷ്യന്റെ ആഗ്രഹം എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മളെ ഈ